ഹായ് ഫ്രണ്ട്സ്, എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും എജുഗ്ലോ PSCയുടെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് ഒരു പുതിയ സ്ട്രാറ്റജിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് PSC അതിൻ്റെ പാറ്റേണുകളെല്ലാം മാറ്റിയിരിക്കുന്നു. വളരെ ഒരു വലിയ പരിഷ്കാരമാണ് PSC കൊണ്ടുവന്നിരിക്കുന്നത്. അത് മോശമാണെന്ന് ഒരിക്കലും അഭിപ്രായമില്ല, നല്ലതിന് തന്നെയാണ്. അപ്പോൾ പരീക്ഷ പാടാണ്, അതുകൊണ്ട് ഇനിയുള്ള പരീക്ഷകൾ എഴുതാൻ പറ്റില്ല എന്ന് കരുതി കുറച്ച് പേര് മാറാനുള്ള ഉദ്ദേശമുണ്ട്, പഠനം നിർത്തുന്ന ഒരു ഉദ്ദേശമുണ്ട്. പക്ഷെ അതൊന്നും നല്ല കാര്യമല്ല. എക്സാം എത്ര പാടാവുന്നു അതനുസരിച്ച് ഗുണമേ ഉണ്ടാവുകയുള്ളൂ. ജോലി ലഭിക്കാൻ അർഹതയുള്ളവർക്ക് ജോലി ലഭിക്കും. വേക്കൻസികളുടെ എണ്ണം കറക്റ്റായിട്ട് എത്ര ഉണ്ടെന്നോ അത്രയും വേക്കൻസികൾ ഫില്ലപ്പ് ചെയ്യപ്പെടും. ഒരിക്കലും ക്വസ്റ്റ്യൻ പേപ്പർ പാടായതുകൊണ്ട് അത്ര വേക്കൻസികൾ ഫില്ലപ്പ് ചെയ്യത്തില്ല എന്നല്ല, ചെയ്യും. അപ്പോൾ എത്ര ഉദ്യോഗാർത്ഥികൾക്ക് യോഗ്യതയുണ്ടോ അവർക്ക് ജോലി കിട്ടും. പക്ഷെ കട്ട് ഓഫ് വളരെ താഴ്ന്നതായിരിക്കും എന്നുള്ളതേ ഉള്ളൂ. പഠനം നിലവാരം കൂടുമ്പോൾ ഉദ്യോഗാർത്ഥികൾ കൂടുതൽ പഠനം നടത്തി അവരുടെ സ്റ്റാൻഡേർഡ് കൂടുന്നതനുസരിച്ച് ഇനി വരും കാലത്ത് കട്ട് ഓഫ് കൂടുകയും ചെയ്യും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊന്ന് മനസ്സിലാക്കണം, PSC ക്വസ്റ്റ്യൻ പാറ്റേൺ മാറ്റുമ്പോൾ നമ്മൾ ഉദ്യോഗാർത്ഥികൾ പിന്മാറുകയല്ല വേണ്ടത്, മറിച്ച് അവരും അവരെ പഠനത്തിലുള്ള പാറ്റേൺ മാറ്റുക എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അറ്റ്ലീസ്റ്റ് 10th ലെവൽ പരീക്ഷകൾക്ക് SCERT ടെക്സ്റ്റ് ബുക്കുകൾ പൂർണ്ണമായിട്ടും പഠിക്കുക. 5ാം സ്റ്റാൻഡേർഡ് മുതൽ 10ാം സ്റ്റാൻഡേർഡ് വരെയുള്ള പുസ്തകങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് മോഡൽ വായിച്ച് മുക്കും മൂലയും എല്ലാ പോർഷൻസും കവർ ചെയ്യുക. ഓരോ ചാപ്റ്റർ വൈസ് പഠിക്കുക. ഓരോ ചാപ്റ്റർ വൈസ് അതിൻ്റെ ക്വസ്റ്റ്യൻ പൂൾ അത് വിശദമായിട്ട് പഠിക്കുക. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പുതിയ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസുകൾ അറ്റൻഡ് ചെയ്യാം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസുകൾ വരുന്നു എന്നുള്ളതാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനുകൾ നമ്മൾ ഫേസ് ചെയ്യാൻ വേണ്ടി ഈ സ്ട്രാറ്റജി ഫോളോ ചെയ്താൽ തീർച്ചയായിട്ടും സാധിക്കും. നല്ല റാങ്ക് മേടിക്കാം, ജോലി ലഭിക്കും. അപ്പോൾ ആ ഒരു അറ്റംപ്റ്റാണ് ഞാനിവിടെ ആരംഭിക്കുന്നത്. ഈ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ 5ാം സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് വിഭാഗത്തിലെ ആദ്യത്തെ ചാപ്റ്ററും ആ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ പൂളുമാണ് ഞാൻ ഈ വീഡിയോയിൽ ഇന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്ത് കംപ്ലീറ്റ് 5 to 10 സ്റ്റാൻഡേർഡ് വരെ ഫിനിഷ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ തലവര മാറിയിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ വേറെ കാര്യങ്ങൾ സൂചിപ്പിക്കുക, ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്കുള്ള കാര്യങ്ങൾ 10th ലെവലിൽ പഠിച്ചാൽ പോരാ, അതിന് മുകളിലുള്ള ക്ലാസ്സുകളുണ്ട്. ഡിഗ്രി ലെവലിൽ പഠിക്കണം. അതിനുള്ള കാര്യം നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എജുഗ്ലോ PSCയുടെ ഈ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോഷ്യൽ സയൻസിൻ്റെ ആദ്യ ചാപ്റ്റർ ആദ്യകാല മനുഷ്യ ജീവിതം 5ാം സ്റ്റാൻഡേർഡ് SCERT ടെക്സ്റ്റ് ബുക്ക് നോക്കുക. ആദ്യകാല മനുഷ്യ ജീവിതം നമുക്കറിയാം. ആദ്യകാല മനുഷ്യൻ എന്ന് പറയുമ്പോൾ പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യരാണ്. അപ്പോൾ അവരെക്കുറിച്ചുള്ള പോയിന്റുകളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ആദ്യമായിട്ട് തുടക്കം തന്നെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ചാപ്റ്ററിലേക്ക് തന്നെ കടക്കാം. പ്രാചീന ശിലായുഗമാണ് ആദ്യം വരുന്നത്. പാലിയോലിത്തിക് ഏജ് എന്ന് പറയും. ഇപ്പോൾ ഇവിടെ ഈ ചിത്രങ്ങളെല്ലാം വരച്ചിരിക്കുന്നത് ഗുഹകളിലാണ്, ഗുഹാചിത്രങ്ങളാണ്. അപ്പോൾ പ്രാചീന മനുഷ്യർ ജീവിച്ചിരുന്നത് ഗുഹകളിലാണെന്ന് വ്യക്തമാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ പ്രത്യേകതകളാണ് ഗുഹകളിൽ ജീവിച്ചിരുന്നത്. അതുപോലെ തന്നെ മൃഗങ്ങളെയൊക്കെ വേട്ടയാടി ഭക്ഷണത്തിനും അതോടൊപ്പം തന്നെ വസ്ത്രത്തിനുമായിട്ടൊക്കെ അവയുടെ തോലൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഇവർ മൃഗങ്ങളെ വേട്ടയാടിയിരുന്ന സംഘമായിട്ടൊക്കെ ജീവിച്ചിരുന്നൊരു വിഭാഗമാണ് പ്രാചീന ശിലായുഗ മനുഷ്യർ. അതുപോലെ ഈ ഗുഹാചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് വിവിധ ഇനം കളറുകളൊക്കെ അവർ ഉപയോഗിച്ചിരുന്നു. മാന്, സിംഹം, പുള്ളിപ്പുലി, കരടി, കഴുതപ്പുലി തുടങ്ങിയ മൃഗങ്ങളുടെ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. അവരുടെ പ്രത്യേകത നമുക്ക് നോക്കാം. ഇവിടെ പ്രാചീന ശിലായുഗത്തിൽ നോക്കുക, ഓരോ പോയിന്റ് നമുക്ക് പഠിക്കാം. ഈ ചിത്രങ്ങൾ നോക്കുക. ഏകദേശം 10,000 വർഷങ്ങൾക്ക് മുമ്പ് പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യർ വരച്ച ചിത്രങ്ങളാണ്, ഗുഹാചിത്രങ്ങളാണ്. മനസ്സിലായല്ലോ? അതോടൊപ്പം തന്നെ മൃഗങ്ങളെ വേട്ടയാടിയിരുന്നു, സംഘമായിട്ട് വിനോദത്തിൽ ഏർപ്പെട്ടിരുന്നു ഈ പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യർ. അതുപോലെ തന്നെ ഗുഹാചിത്രങ്ങളിൽ വിവിധ നിറങ്ങൾ ഉപയോഗിച്ചിരുന്നു. സസ്യങ്ങളുടെ ചാറ് ഓർത്തിരിക്കുക, പോയിന്റ് ചെങ്കൽ പൊടി, ഇവ ചേർത്താണ് ഇവർ നിറങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. ഇതൊക്കെയാണ് സസ്യങ്ങളുടെ ചാറും ചെങ്കൽ പൊടിയും.
ചേർത്താണ് നിറങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പോയിന്റാണ്, ഓർത്തിരിക്കുക. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യങ്ങൾ വരും. ചിത്രത്തിലേതൊക്കെയാണ് കാട്ടുപോത്ത്, പന്നി, കുതിര, മാന്, സിംഹം, പുള്ളിപ്പുലി, കരടി, കഴുതപ്പുലി തുടങ്ങിയ മൃഗങ്ങളുടെ ചിത്രങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഗുഹകളിൽ ഇരുട്ടാണ്, അപ്പോൾ അവിടെ സൂര്യപ്രകാശം ലഭിക്കില്ല. അവിടെ വെളിച്ചത്തിനായിട്ട് മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ച് തീ കത്തിച്ചാണ് വെളിച്ചം ലഭ്യമാക്കിയിരിക്കുന്നത്. പോയിന്റാണ്, ഓർത്തിരിക്കുക. മൃഗക്കൊഴുപ്പ് ഉപയോഗിച്ച് തീ കത്തിച്ചാണ് വെളിച്ചം ലഭ്യമാക്കിയിരുന്നത്. വേട്ട നടത്തേണ്ട സ്ഥലം, വേട്ടയാടേണ്ട മൃഗം എന്നിവ ആസൂത്രണം ചെയ്തതിൻ്റെ തെളിവുകളാണ് വേട്ടയെ സംബന്ധിച്ച ഗുഹാചിത്രങ്ങൾ. അപ്പോൾ ഗുഹാചിത്രങ്ങളിൽ എന്തിനെക്കുറിച്ചാണ് തെളിവ് തരുന്നത്? ഈ പ്രാചീന മനുഷ്യർ വേട്ട നടത്തേണ്ട സ്ഥലവും വേട്ടയാടേണ്ട മൃഗത്തെക്കുറിച്ച് ആസൂത്രണം ചെയ്തിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ ഗുഹാചിത്രങ്ങൾ. അത് പോയിന്റാണ്, ഓർത്തിരിക്കുക. ഗുഹകളുടെ മേൽഭിത്തിയിലും ചിത്രങ്ങൾ വരച്ചിരുന്നു. ഇത് പ്രാചീന മനുഷ്യരുടെ വൈദഗ്ധ്യത്തിൻ്റെ തെളിവുകളാണ്. ഈ ചിത്രങ്ങൾ നോക്കുക, കണ്ടോ? സംഘനൃത്തം ചെയ്യുന്ന ചിത്രം ഫിംബേട്ക എന്ന സ്ഥലത്താണ്, ഇന്ത്യയിലെ ഫിംബേട്ക എന്ന സ്ഥലത്താണ് ഈ ചിത്രങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. അതുപോലെ ഫിംബേട്കയിൽ മറ്റൊരു ചിത്രമാണ് വേട്ടയാടലുമായിട്ട് ബന്ധപ്പെട്ടൊരു ചിത്രം. അതുപോലെ തന്നെ അൾട്ടാമിറ എന്ന പ്രദേശം, സ്പെയിനിലെ അൾട്ടാമിറ എന്ന പ്രദേശത്താണ് ഈ കാട്ടുപന്നിയുടെ ഈ ചിത്രം കണ്ടെത്തിയിരിക്കുന്നത്. അതുപോലെ ഫ്രാൻസിലെ ഷോവേ എന്ന സ്ഥലത്താണ് കാട്ടുപോത്തിൻ്റെ ഈ ചിത്രം കണ്ടെത്തിയിരിക്കുന്നത്. മനസ്സിലായില്ല? ഇനി അടുത്ത പോയിന്റുകളിലേക്ക് പോകാം. വേവിച്ച ഭക്ഷണാവശിഷ്ടങ്ങൾ, ചാരം, മൃഗങ്ങളുടെ എല്ലുകളും തലയോട്ടികളും പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ശുദ്ധജല മത്സ്യങ്ങളുടെയും അവശിഷ്ടങ്ങൾ തുടങ്ങിയവ ഗുഹകൾക്കുള്ളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇവയുടെ അടിസ്ഥാനത്തിൽ പ്രാചീന മനുഷ്യ ജീവിതത്തെക്കുറിച്ച് നമുക്ക് വിവരങ്ങൾ ലഭ്യമാകും. പ്രാചീന ശിലായുഗ മനുഷ്യർ കൂട്ടമായാണ് ഇര തേടിയിരുന്നത്. പോയിന്റാണ്, കൂട്ടമായിട്ട്. നമുക്കറിയാം ഈ സിംഹം വേട്ടയാടുന്നത് കൂട്ടമായിട്ടാണ്, സംഘം ചേർന്നാണ് വേട്ടയാടുന്നത് അറിയാം. അതുപോലെ നമ്മുടെ ദേശീയ മൃഗമായ കടുവയോ അവ ഒറ്റയ്ക്ക് ആണ് അവൻ വേട്ടയാടുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ ഇത് ഓരോ സവിശേഷതയാണ്. ഇപ്പോൾ ഇവിടെ വരുന്ന പ്രാചീന ശിലായുഗ മനുഷ്യരുടെ പ്രത്യേകത ഇവരും ഇതുപോലെ എന്താണ്, മനുഷ്യർ കൂട്ടമായിട്ടാണ് ഇര തേടിയത്. അവരിലെ കരുത്തിന് കൂട്ടത്തെ നയിച്ചു. ഇര തേടലിൽ സ്ത്രീ പുരുഷ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. സ്ത്രീയും പുരുഷനും വേട്ടയാടുമായിരുന്നു. വേട്ടയാടി പിടിച്ച മൃഗങ്ങളുടെയും ചത്ത മൃഗങ്ങളുടെയും മാംസം ഇവർ ഭക്ഷിച്ചിരുന്നു. വേട്ടയാടാൻ ശിലായുധങ്ങളാണ് പ്രധാനമായിട്ട് ഉപയോഗിച്ചിരുന്നത്. ഏതാണ്? ശിലായുധങ്ങളാണ് പ്രധാനമായിട്ടും പാലിയോലിത്തിക് ഏജിൽ അല്ലെങ്കിൽ പ്രാചീന ശിലായുഗത്തിൽ മനുഷ്യർ ഉപയോഗിച്ചിരുന്നത്. ഇവയ്ക്ക് പുറമെ മൃഗങ്ങളുടെ എല്ല്, ആനക്കൊമ്പ്, തടിക്കഷ്ണങ്ങൾ എന്നിവയും അവർ ആയുധങ്ങളായി ഉപയോഗിച്ചു. മൃഗത്തോലും മരത്തോലും വസ്ത്രങ്ങളായിട്ട് ഉപയോഗിച്ചു. തോലുകൾ തുന്നാനുള്ള സൂചികളായി മൃഗങ്ങളുടെ എല്ലുകളാണ് ഉപയോഗിച്ചത്. അപ്പോൾ വസ്ത്രങ്ങൾ തുന്നാനുള്ള സൂചി എന്തുകൊണ്ട് നിർമ്മിച്ചതാണ്? എല്ലുകളായത്. മൃഗങ്ങളുടെ എല്ലുകൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരുന്നത്. അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് സാങ്കേതിക വിദ്യയിൽ പ്രാചീന മനുഷ്യർ ശ്രദ്ധേയമായ മുന്നേറ്റങ്ങൾ കൈവരിച്ചു. ഇതിന് തെളിവുകളുണ്ട്, ഓർത്തിരിക്കുക. ഈ തെളിവുകൾ സ്റ്റേറ്റ്മെൻറ്റായിട്ട് വരാൻ വഴിയുണ്ട്, ഓർത്തിരിക്കുക. ഉപകരണങ്ങളുടെ നിർമ്മാണവും മെച്ചപ്പെടുത്തലും ഇത്തരം മുന്നേറ്റങ്ങൾക്ക് സഹായമായി. ഇവയിൽ ചില താഴെ കൊടുക്കുന്നു, നോക്കുക. കണ്ടോ? കല്ലുകൊണ്ടുള്ള ചെറിയ പ്രതിമകൾ നിർമ്മിച്ചു. ഇവരുടെ സാങ്കേതിക വിദ്യയിലുണ്ടായ പ്രത്യേകതയാണ് അല്ലെങ്കിൽ പുരോഗമനമാണ്. മൃഗങ്ങളുടെ എല്ലുകളിലും കൊമ്പുകളിലും ഗുഹകളിലും പാറകളിലും ചിത്രങ്ങൾ വരച്ചു. മൃഗങ്ങളുടെ എല്ലുകളിലും കൊമ്പുകളിലും ഗുഹകളിലും പാറകളിലും ഇവർ ചിത്രം വരച്ചു. കല്ലുകൊണ്ടുള്ള ചെറിയ പ്രതിമകൾ നിർമ്മിച്ചു. കളിമണ്ണ് കൊണ്ട് മനുഷ്യരൂപങ്ങൾ ഉണ്ടാക്കി. ആനക്കൊമ്പ്, എല്ല്, കല്ല്, ചിപ്പി എന്നിവ കൊണ്ട് ആഭരണങ്ങൾ നിർമ്മിച്ചു. മരനാര് കൊണ്ട് പാത്രങ്ങൾ നെയ്തുണ്ടാക്കി. എല്ലുകൊണ്ട് സുഷിരവാദ്യങ്ങൾ നിർമ്മിച്ചു. മനസ്സിലായല്ലോ? ഇത്തരം കാര്യങ്ങളൊക്കെ ഇവരുടെ സാങ്കേതിക വിദ്യയിലെ പുരോഗതിയാണ് സൂചിപ്പിക്കുന്നത്, ഓർത്തിരിക്കുക. അടുത്തിട്ട് വരുന്നത് ഇന്ത്യയിലെ പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങൾ ശ്രദ്ധേയമാണ്. മധ്യപ്രദേശിലെ ഫിംബേട്ക പോയിന്റ്. ഫിംബേട്ക എവിടെയാണ്? മധ്യപ്രദേശിലാണ്. കല്ലുകൊണ്ട് നിർമ്മിച്ച വാസസ്ഥലങ്ങൾ ഇതിൻ്റെ സവിശേഷതയാണ്. ഫിംബേട്കയുടെ പ്രത്യേകതയാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരുന്നത് പോലെ കല്ലുകൊണ്ട് നിർമ്മിച്ച വാസസ്ഥലങ്ങൾ. ഫിംബേട്ക കൂടാതെ പ്രാചീന ശിലായുഗ മനുഷ്യ ജീവിതത്തെക്കുറിച്ച് നിരവധി തെളിവുകൾ ഇന്ത്യയിലെ നിരവധി കേന്ദ്രങ്ങളിൽ ലഭ്യമായിട്ടുണ്ട്. ഓർത്തിരിക്കുക, പ്രാചീന ശിലായുഗ കേന്ദ്രമാണ് ഫിംബേട്ക. ഇത് ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. പോയിന്റ്, ഓർത്തിരിക്കുക. അടുത്തത് മധ്യശിലായുഗം കൊണ്ട് പഠിക്കാനുള്ളത് മീസോലിത്തിക് ഏജ് എന്നാണ് കേട്ടോ. മീസോലിത്തിക് ഏജ്, മധ്യശിലായുഗം. ഈ ശിലായുഗത്തിൻ്റെ പ്രത്യേകതയാണ്. ചിത്രത്തിലെ ഉപകരണങ്ങൾ ശ്രദ്ധിക്കൂ. ഇവയ്ക്ക് പ്രാചീന ശിലായുഗത്തിലെ ഉപകരണങ്ങളുമായിട്ടുള്ള എന്തെങ്കിലും വ്യത്യാസം നമുക്കറിയാം. മൂർച്ചയുണ്ട് അല്ലേ? എന്നാലും നമുക്ക് ഓർത്തിരിക്കുക.
സൂക്ഷ്മവും മുനയുള്ളതുമായ ശിലായുധങ്ങളാണ് ഈ മധ്യശിലായുധത്തിൽ അഥവാ മീസോലിത്തിക് ഏജിലെ ശിലായുധങ്ങളുടെ പ്രത്യേകത. പ്രാചീന ശിലായുധത്തെ തുടർന്ന് ഇത്തരം ആയുധങ്ങളാണ് ഉപയോഗിച്ചത്. ഇപ്പോൾ പ്രാചീന ശിലായുധത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവർ മധ്യശിലായുധത്തിലായപ്പോൾ ഈ മനുഷ്യർ വളരെ മുനയുള്ളതും സൂക്ഷ്മവുമായിട്ടുള്ള ശിലായുധങ്ങളാണ് ഉപയോഗിച്ചത്. ഈ കാലഘട്ടം കൊണ്ട് മധ്യശിലായുഗ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നു. അതുപോലെ തന്നെ മധ്യശിലായുഗത്തിൽ വേട്ടയാടൽ വ്യാപകമായി തൽഫലമായിട്ട് പല ജീവികൾക്ക് വംശനാശം സംഭവിച്ചു. അപ്പോൾ വംശനാശം ജീവികൾക്ക് സംഭവിച്ച കാലഘട്ടം അല്ലെങ്കിൽ ഏത് ഏജിലാണ് എന്ന് ചോദിച്ചാൽ മധ്യശിലായുഗത്തിലാണ്. അത് പോയിന്റാണ്, ഓർത്തിരിക്കുക. അത്തരത്തിൽ വംശനാശം സംഭവിച്ച ജീവിവർഗത്തിൻ്റെ ഒരു ഉദാഹരണം ചോദിച്ചാൽ മാമത്താണ്. എന്താ ഇന്നത്തെ ആനയുടെ മുൻഗാമി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മാമത്ത്, MAMMOTH, മാമത്ത്. ഈ കാലഘട്ടത്തിൽ മനുഷ്യർ ഭക്ഷണത്തിന് പുതിയ ഉറവിടങ്ങൾ കണ്ടെത്തി. ഭക്ഷ്യയോഗ്യമായ പുല്ലുകൾ, അതുള്ള ഡോൾഫിൻ, നീർനായ, തിമിംഗലം, മത്സ്യങ്ങൾ തുടങ്ങി അവർ ആഹാരം നൽകി. മാമത്തുകൾ വീണ്ടും വരുന്നു. ചെറിയൊരു ആർട്ടിക്കിൾ കൊടുത്തിട്ട് നോക്കാം. 10,000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ആനകളുടെ കുടുംബത്തിൽപ്പെട്ട മാമത്തിനെ ശാസ്ത്രലോകം ക്ലോണിങ്ങിലൂടെ പുനരുജ്ജീവിപ്പിക്കാനിരിക്കുന്നു. അപ്പോൾ ക്ലോണിംഗ് സാങ്കേതികതയിലൂടെ അവയെ വീണ്ടും പുനർനിർമ്മിക്കുകയാണ്. സൈബീരിയയിൽ മഞ്ഞിനടിയിൽ നിന്ന് 2013 ലഭിച്ച മാമത്തിൻ്റെ ജീർണിക്കാത്ത ജഡം ഉപയോഗിച്ചാണ് ശാസ്ത്രജ്ഞർ ഈ ദൗത്യത്തിൽ ഒരുങ്ങുന്നത്. ജഡത്തിൽ നിന്ന് ലഭിച്ച ദ്രാവകം രക്തമാണെന്ന് ഉറപ്പാക്കിയിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ ദേഹം മുഴുവൻ രോമവും വലിയ കൊമ്പുകളുമുള്ള മാമത്തിന് പുനഃസൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് ശാസ്ത്രജ്ഞർ പ്രതീക്ഷിക്കുന്നത്. ഫോസിൽ ശാസ്ത്രജ്ഞനായ ടോറി ഹെറിഡ്ജ് ആണ് ഈ ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത്. പോയിന്റ്. അപ്പോൾ ഈ മാമത്തുകളുടെ പുനഃസൃഷ്ടിക്കായിട്ട് നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ ആ ദൗത്യത്തിന് നേതൃത്വം നൽകുന്ന ശാസ്ത്രജ്ഞരുടെ പേരാണ് ടോറി ഹെറിഡ്ജ്. ഓർത്തിരിക്കുക, ടോറി ഹെറിഡ്ജ്. അതുപോലെ 2013 സൈബീരിയയിൽ മഞ്ഞിനടിയിൽ നിന്ന് ലഭിച്ച മാമത്തിൻ്റെ ജഡം, അതിൻ്റെ രക്തം ലഭിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ മാമത്തിൽ നിന്നാണ് ഈ പുതിയ ശാസ്ത്രജ്ഞരായിട്ട് ക്ലോണിങ്ങിലൂടെ പുതിയ മാമത്തിനെ പുനഃസൃഷ്ടിക്കാൻ പോകുന്നത്. അതുപോലെ മധ്യശിലായുഗത്തിൽ മനുഷ്യജീവിതത്തിലുണ്ടായ പുരോഗതികൾ, അപ്പോൾ ഈ ചിത്രങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കാനാണ്. യൂറോപ്പിലെ, പടിഞ്ഞാറൻ ഏഷ്യയിലെ വിവിധ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് യൂറോപ്പിലെയും പടിഞ്ഞാറൻ ഏഷ്യയിലെയും വിവിധ രാജ്യങ്ങളിൽ നിന്ന് മധ്യശിലായുഗ കാലഘട്ടത്തിലെ ജനജീവിതത്തിൻ്റെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ ബാഗോർ ഒരു ഉദാഹരണം. അത് രാജസ്ഥാൻ എന്ന സംസ്ഥാനത്താണ്. ആദംഗഡ് മധ്യപ്രദേശാണ് എന്നിവിടങ്ങളിൽ നിന്നും മധ്യശിലായുഗത്തെ സംബന്ധിച്ച തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഓർത്തിരിക്കുക, മധ്യശിലായുഗത്തെ സംബന്ധിച്ച തെളിവ് ഇന്ത്യയിൽ എവിടെ നിന്നൊക്കെയാണ് ലഭിച്ചതെന്ന് വെച്ചാൽ ഒന്ന് ആദംഗഡ് മധ്യപ്രദേശ്, ബാഗോർ രാജസ്ഥാൻ എന്നീ 2 പ്രദേശങ്ങളിലാണ് പ്രധാനമായിട്ടും മധ്യശിലായുഗത്തെ സംബന്ധിച്ച തെളിവുകൾ ലഭിച്ചിരിക്കുന്നത്. അടുത്ത നവീന ശിലായുഗത്തെക്കുറിച്ചാണ്. നവീന ശിലായുഗം എന്ന് പറഞ്ഞാൽ നിയോലിത്തിക് ഏജ് എന്നാണ് അറിയപ്പെടുന്നത് ഇംഗ്ലീഷിൽ. നവീന ശിലായുഗം മധ്യശിലായുഗത്തിൻ്റെ മധ്യശിലായുഗത്തിൽ മനുഷ്യജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ നമ്മൾ ചർച്ച ചെയ്തില്ലല്ലോ. മധ്യശിലായുഗത്തെ തുടർന്ന് മനുഷ്യൻ ശിലായുധങ്ങൾ മിനുസപ്പെടുത്തി ഉപയോഗിക്കാൻ തുടങ്ങി. മധ്യശിലായുഗത്തിൽ ഈ കാലഘട്ടം നവീന ശിലായുഗം എന്നറിയപ്പെടുന്നു. അപ്പോൾ മധ്യശിലായുഗത്തിൽ വളരെ സൂക്ഷ്മവും കൂർത്തതുമായ ഉപകരണങ്ങളാണ് ഉപയോഗിച്ചതെങ്കിൽ നവീന ശിലായുഗം വന്നപ്പോൾ ഇവരെന്ത് ചെയ്ത് മിനുസപ്പെടുത്തി. ഈ ആയുധങ്ങൾ അവർ തന്നെ സ്വയമായിട്ട് കൃത്രിമമായിട്ട് മിനുസപ്പെടുത്തി ഉപയോഗിക്കാൻ തുടങ്ങി. ഇതാണ് നവീന ശിലായുഗത്തിൻ്റെ ഒരു പ്രത്യേകത. ഈ കാലഘട്ടത്തിലാണ് കൃഷി ആരംഭിച്ചത് നവീന ശിലായുഗത്തിലാണ്. ഏകദേശം 8000 വർഷം മുൻപുള്ള ഈ കാലഘട്ടത്തിലെ പ്രധാന പുരോഗതി ഈ കൃഷി ആരംഭിച്ചു എന്നുള്ളതാണ്. ഭക്ഷ്യശേഖരണത്തിൽ നിന്ന് ഭക്ഷ്യ ഉൽപാദനത്തിലേക്ക് ഒരു മാറി നവീന ശിലായുഗത്തിലെ മനുഷ്യർ. ഓർത്തിരിക്കുക, അതൊക്കെ പോയിന്റാണ്, സ്റ്റേറ്റ്മെൻറ്റുകൾ വരും. അതുപോലെ മനുഷ്യ ചരിത്രത്തിലെ വഴിത്തിരിവായിരുന്നു. പരിസ്ഥിതിയിലുണ്ടായ മാറ്റങ്ങൾ, ഭക്ഷണത്തിൻ്റെ ലഭ്യതക്കുറവ്, ജനസംഖ്യാ വർധനവ് തുടങ്ങിയവ ഇതിന് കാരണങ്ങളായി. അപ്പോൾ ഭക്ഷ്യശേഖരത്തിൽ നിന്ന് ഭക്ഷ്യ ഉൽപാദനത്തിലേക്ക് മാറ്റം വരാനുള്ള കാരണം പരിസ്ഥിതിയിലുണ്ടായ മാറ്റങ്ങൾ, ഭക്ഷണത്തിൻ്റെ ലഭ്യതക്കുറവ്, ജനസംഖ്യ വർധനവ് എന്നിവയാണ്. ഓർത്തിരിക്കുക പോയിന്റ്. നദീതടം കേന്ദ്രീകരിച്ച് മനുഷ്യർ കൃഷി ആരംഭിക്കുകയും സ്ഥിരവാസം തുടങ്ങുകയും ചെയ്തു. കൃഷി ഈ കാലഘട്ടത്തിലുണ്ടാക്കിയ മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കുക. അപ്പോൾ ഈ മാറ്റങ്ങൾ ചരിത്രകാരനായ ഗോൾഡൻ ചൈൽഡ് നവീന ശിലായുഗ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചു. അപ്പോൾ നവീന ശിലായുഗത്തിലുണ്ടായ മാറ്റങ്ങൾ, അപ്പോൾ മധ്യശിലായുഗത്തിൽ നിന്നും മനുഷ്യർ നവീന ശിലായുഗത്തിലേക്ക് മാറി. അപ്പോൾ ഇങ്ങനെയുള്ള മാറ്റത്തെ പറയുന്നൊരു പേരാണ് നവീന ശിലായുഗ വിപ്ലവം, അല്ലെങ്കിൽ നിയോലിത്തിക് റവല്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചു. ആരാണ് വിശേഷിപ്പിച്ചത്? ഏത് ചരിത്രകാരനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോൾഡൻ ചൈൽഡ് എന്ന ചരിത്രകാരനാണ്. ഗോൾഡൻ അല്ല, ഗോർഡൻ ചൈൽഡ് എന്നാണ്. ഗോർഡൻ ചൈൽഡ്. ഓക്കെ,
അടുത്തത് വരുന്നത് നവീന ശിലായുഗത്തിലെ മനുഷ്യർ ഭക്ഷണാവശ്യത്തിന് മൃഗങ്ങളെ വളർത്തി കാർഷിക ആവശ്യത്തിനായും മൃഗപരിപാലനത്തിനുമായും നവീന ശിലായുഗ മനുഷ്യർ സ്ഥിരവാസം ആരംഭിച്ചു. അത് ഓർത്തിരിക്കുക, നവീന ശിലായുഗത്തിലാണ് ഈ സ്ഥിരവാസം ആരംഭിച്ചത്. അതോടൊപ്പം തന്നെ ഗോതമ്പ്, ബാർലി, ചണം, വിവിധയിനം കിഴങ്ങുകൾ, നെല്ല്, വാഴ തുടങ്ങിയവയായിരുന്നു അക്കാലത്തെ പ്രധാന വിളകൾ. ഓർത്തിരിക്കുക, ഇതൊക്കെയാണ് ഗോതമ്പ്, ബാർലി, ചണം, വിവിധയിനം കിഴങ്ങുകൾ, നെല്ല്, വാഴ മുതലായവ. അടുത്തത് വരുന്നത് ഇടയ്ക്കൽ ഗുഹയിലെ ചിത്രങ്ങളാണ് ഈ കാണിച്ചേക്കേണ്ട. ഇടയ്ക്കൽ ഗുഹയിലെ ചിത്രങ്ങളാണ്. ഇതിൽ പ്രധാനമായിട്ട് പറഞ്ഞ ചക്രങ്ങളുള്ള വണ്ടിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇടയ്ക്കൽ ഗുഹയിലെ പ്രധാന ചിത്രമാണ്. സാധനങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് അക്കാലത്ത് ചക്രങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഈ വണ്ടി ഓടുന്നത് കേട്ടോ. ചക്രങ്ങൾ ഉപയോഗിച്ച്, അത് ഓർത്തിരിക്കുക. കൃഷിയുടെ വികാസം, സ്ഥിരവാസം തുടങ്ങിയവ കൂട്ടായ ജീവിതത്തിന് വഴിതെളിച്ചു. അങ്ങനെ ഒരു സംഘമായി ജീവിക്കാൻ തുടങ്ങി. ഓക്കെ, അടുത്ത വരുന്നത് നവീന ശിലായുഗ മനുഷ്യർ കൈവരിച്ച സാങ്കേതിക പുരോഗതിക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാൻ ചോദിക്കാം. ഒന്ന്, സ്വിറ്റ്സർലൻഡിലുണ്ടായിരുന്ന തടാക ഗ്രാമങ്ങൾ. ഇത് നമ്മൾ ക്വസ്റ്റ്യൻ പൂളിലേക്ക് ഇത് വരുന്നുണ്ട് കേട്ടോ. ഈ പോയിന്റ്സുകളെല്ലാം ക്വസ്റ്റ്യൻ പൂളിൽ വളരെ വ്യക്തമായിട്ട് അവർ എടുത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ പൂൾ കൂടെ ഇതിൻ്റെ കൂടെ തന്നെ പഠിക്കുന്നുണ്ട്. ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഇതിനോട് ചേർന്ന് ക്വസ്റ്റ്യൻ പൂളിനെ കുറിച്ചും ഡിസ്കഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ നവീന ശിലായുഗ മനുഷ്യർ കൈവരിച്ച സാങ്കേതിക പുരോഗതിക്ക് ഉദാഹരണമാണ് സ്വിറ്റ്സർലൻഡിലുണ്ടായിരുന്ന തടാക ഗ്രാമങ്ങൾ, ലേക്ക് വില്ലേജസ് എന്ന് പറയുന്നത്. ഈ കാണുന്ന ചിത്രമാണ് ലേക്ക് വില്ലേജസ്. തടികൾ കൂട്ടിക്കെട്ടി മൃഗത്തിൻ്റെ തോലും കളിമണ്ണും ഉപയോഗിച്ചാണ് തടാകത്തിൽ വാസസ്ഥലങ്ങൾ നിർമ്മിച്ചത്. ഓക്കെ, തടാക ഗ്രാമങ്ങളാണ്, തടാകത്തിലാണ്. അപ്പോൾ വാസസ്ഥലം ഓക്കെ. പാലസ്തീനിലെ ജെറിക്കോയിൽ നവീന ശിലായുഗത്തിൽ നിർമ്മിക്കപ്പെട്ട കല്ലുകൾ കൊണ്ടുള്ള മതിലുകളും വീടുകളും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പം നവീന ശിലായുഗത്തിൽ നിർമ്മിക്കപ്പെട്ട കല്ലുകൾ കൊണ്ടുള്ള മതിലുകളും വീടുകളും കണ്ടെത്തിയത് എവിടെയാണ്? ജെറിക്കോയിലാണ്. ജെറിക്കോ എന്ന സ്ഥലത്താണ്, അത് പാലസ്തീനിലാണ്. നവീന ശിലായുഗത്തിലെ കാര്യമാണ് ഈ പറയുന്നതെന്ന് ഓർത്തിരിക്കണം. അടുത്ത ജാർമോ, എന്താണെന്ന് നോക്കാം. നവീന ശിലായുഗത്തിലെ മനുഷ്യ ജീവിതത്തെക്കുറിച്ച് തെളിവ് ലഭിക്കുന്ന പ്രധാന സ്ഥലങ്ങളിലൊന്നാണ് വടക്കൻ ഇറാഖിലെ ജാർമോ. ജാർമോ എവിടെയാണ്? ഓർത്തിരിക്കുക, വടക്കൻ ഇറാഖിലാണ്. ജെറിക്കോ എവിടെയാണ്? പാലസ്തീനിലാണ്. നിരവധി മൺകുടിലുകളുടെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. കല്ലുകളാണ് ഇവയുടെ അടിത്തറ നിർമ്മിച്ചിരുന്നത്. ഭിത്തികൾ വെയിലത്ത് ഉണക്കിയ ചെളിക്കട്ടകൾ കൊണ്ട് നിർമ്മിച്ചതായിരുന്നു. മണ്ണ് കുഴച്ച് വെയിലത്ത് ഉണക്കി നിർമ്മിച്ചതായിരുന്നു അവയുടെ മേൽക്കൂരകൾ. ജനങ്ങൾ കൃഷിയിൽ ഏർപ്പെട്ടിരുന്നു. അവർ ആഹാര സാധനങ്ങൾ സംഭരിച്ച് സൂക്ഷിക്കുകയും കൈമാറ്റം ചെയ്യുകയും ചെയ്തു. നവീന ശിലായുഗത്തിൽ മനുഷ്യജീവിതം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു. ജനസംഖ്യാ വർധനവ്, കൃഷി യോഗ്യവും വാസയോഗ്യവുമായ പ്രദേശങ്ങളിലെ ആവശ്യകതയുമാണ് ഇതിന് കാരണമായി. ജലഗതാഗതമാണ് വിവിധ പ്രദേശങ്ങൾക്കുള്ള കുടിയേറ്റത്തിന് സഹായമാകുന്നത്. അപ്പോൾ ജലഗതാഗതം ഈ നവീന ശിലായുഗത്തിൻ്റെ പ്രത്യേകതയായിരുന്നു. അപ്പോൾ വിവിധ ഭാഗങ്ങളിലേക്ക് അല്ലെങ്കിൽ പ്രദേശങ്ങളിലേക്ക് കുടിയേറ്റത്തിന് സഹായിച്ചു. ഏതാണ് ഈ ജലഗതാഗതം? അടുത്ത് നോക്കാം. അലങ്കരിച്ച മൺപാത്രവും ശിലായുധങ്ങളും ബുർസാഹോം എന്ന സ്ഥലത്ത്, കാശ്മീരിലെ ബുർസാഹോം എന്ന സ്ഥലത്താണ് ഇത് കണ്ടെത്തിയത്. ഒന്ന് ഓർത്തിരിക്കുക. ബുർസാഹോം എന്ന പ്രദേശം എവിടെയാണ്? കാശ്മീരിലാണെന്ന് പഠിക്കുക. അതൊരു പോയിന്റാണ് കേട്ടോ. അപ്പോൾ അത് ഒന്ന് ഓർത്തിരിക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് താമ്രശിലായുഗത്തിലേക്ക് കടക്കാം. താമ്രശിലായുഗമാണ് ചാൽക്കോലിത്തിക് ഏജ് എന്ന് പറയും. ചാൽക്കോലിത്തിക് ഏജാണ് താമ്രശിലായുഗം. ശിലായുഗത്തിൽ നിന്ന് ലോഹയുഗത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ കാലഘട്ടമായിരുന്നു താമ്രശിലായുഗം. അപ്പോൾ ശിലായുഗം ശിലായുഗം ഏതെങ്കിലും പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം, ഈ മൂന്ന് ശിലായുഗം അല്ലെങ്കിൽ മൂന്ന് ഘട്ടങ്ങളിൽ നിന്നും ലോഹയുഗത്തിലേക്കൊരു മാറ്റം വന്നു. ലോഹയുഗത്തിലേക്ക് കടന്നു പ്രാചീന മനുഷ്യൻ. ഈ മാറ്റമായിരുന്നു താമ്രശിലായുഗം. ഓക്കെ, ഈ കാലഘട്ടത്തിൽ മനുഷ്യർ കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങളോടൊപ്പം ചെമ്പ് അല്ലെങ്കിൽ താമ്രം എന്ന പദം എന്ന് പറഞ്ഞാൽ ചെമ്പ് എന്നാണ് അർത്ഥം, കൊണ്ടുള്ള ഉപകരണങ്ങൾ നിർമ്മിച്ചു. താമ്രശിലായുഗത്തിലെ പ്രധാന കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് നോക്കിക്കോളൂ. നവീന ശിലായുഗത്തിലെയും ശിലായുഗത്തിലെയും മനുഷ്യജീവിതത്തെക്കുറിച്ച് തെളിവുകൾ ലഭിച്ചിട്ടുള്ള പ്രധാന കേന്ദ്രമാണ് തുർക്കിയിലെ ചാദൽ ഹുയൂക്ക്. മുമ്പ് പഠിച്ച ചാദൽ ഹുയൂക്ക് എവിടെയാണ്? അല്ല, ചാദൽ ഹുയൂക്ക് ഏത് യുഗവുമായി ബന്ധപ്പെട്ടാണെന്ന് നമ്മൾ പഠിച്ചു. താമ്രശിലായുഗവുമായിട്ട് ബന്ധപ്പെട്ടാണ്. തുർക്കിയിലാണ് ചാദൽ ഹുയൂക്ക്. നഗരജീവിതത്തിൻ്റെ ആദ്യമ രൂപം നിലനിന്ന കേന്ദ്രമായിരുന്നു ഇത്. അപ്പം നഗരജീവിതത്തിൻ്റെ അല്ലെങ്കിൽ നവീന ശിലായുഗത്തിൽ നിന്ന് മാറി ലോഹയുഗത്തിലേക്ക് അല്ലേ താമ്ര ശിലായുഗത്തിലേക്ക് വന്നപ്പോൾ
നഗരജീവിതം വന്നു. നഗരജീവിതത്തിൻ്റെ ആദ്യമ രൂപം നിന്ന കേന്ദ്രമായിരുന്നു ഏതാണ്? തുർക്കിയിലെ ചാദൽ ഹുയൂക്ക്. വാസസ്ഥലങ്ങളുടെ അവശേഷങ്ങൾ, അപ്പം അവിടെയുള്ള വാസസ്ഥലങ്ങളുടെ അവശേഷങ്ങളാണ് കൂടുതൽ ലഭിച്ചിട്ടുള്ളതെന്നും കൂടി പഠിക്കുക. ചെളിക്കട്ടകൾ കൊണ്ടായിരുന്നു കുടിലുകൾ നിർമ്മിച്ചിരുന്നത്. ഗോതമ്പ്, ബാർലി തുടങ്ങിയവയുടെ അവശിഷ്ടങ്ങൾ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. കുടിലുകളുടെ ഭിത്തികളിൽ ചിത്രങ്ങൾ വരച്ചിരുന്നു. ഏറെ പുരാതനവും വിസ്തൃതവുമായ ഈ കേന്ദ്രത്തിൽ ഇപ്പോഴും ഉത്ഖനനം നടക്കുന്നുണ്ട്. ഓക്കെ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പ്രധാന താമ്രശിലായുഗ കേന്ദ്രമാണ് ബലൂചിസ്ഥാനിലെ മെഹർഗഡ്. ഓർത്തിരിക്കുക പോയിന്റ്. മെഹർഗഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ പ്രധാന താമ്രശിലായുഗ കേന്ദ്രമാണ് മെഹർഗഡ്. ബലൂചിസ്ഥാനിലാണ്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ബലൂചിസ്ഥാനിൽ. ഗോതമ്പ്, ബാർലി എന്നിവ ഇവിടെ കൃഷി ചെയ്യുന്നു. അടുപ്പോട് കൂടിയ വീടുകൾ ചിലക്കട്ട കൊണ്ട് നിർമ്മിച്ചിരുന്നു. മൺപാത്ര നിർമ്മാണത്തിന് ചക്രം, പോട്ടേഴ്സ് വീൽ എന്നറിയപ്പെടും, ചക്രം ഉപയോഗിച്ചിരുന്നതിന് ഇവിടെ നിന്ന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങളെയാണ് ആദ്യകാലത്ത് മനുഷ്യർ ആശ്രയിച്ചിരുന്നത്. ആവശ്യങ്ങൾ വർദ്ധിച്ചപ്പോൾ ഉപകരണങ്ങൾ മെച്ചപ്പെട്ട ഉപകരണങ്ങൾ സാമൂഹിക ജീവിതത്തിൻ്റെ പുരോഗതിക്ക് സഹായമായി. ഇത് ലോഹ ഉപകരണങ്ങളുടെ നിർമ്മാണത്തിലേക്ക് നയിച്ചു. ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട സംഗ്രഹമായിട്ട് വരുന്നത്. നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ സംഗ്രഹം ഒന്ന് ഓടിച്ച് നോക്കാം. മനുഷ്യൻ ശിലോപകരണങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ച കാലം ഏതാണ്? ശിലായുഗമായിരുന്നു. ഓർത്തിരിക്കുക, അത് പോയിന്റാണ്, സ്റ്റേറ്റ്മെൻ്റായിട്ട് വരാം. ശിലോപകരണങ്ങളിലുണ്ടായ പുരോഗതിയുടെ അടിസ്ഥാനത്തിൽ ശിലായുഗത്തെ പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു അല്ലേ? അപ്പോൾ ശിലോപകരണങ്ങളിലുണ്ടായ പുരോഗതിയുടെ അടിസ്ഥാനത്തിൽ ഓരോ കാലഘട്ടത്തിലെയും മനുഷ്യജീവിത രീതികളിൽ നിരവധി വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ശിലായുഗ മനുഷ്യർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ആ കാലഘട്ടത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. ശിലായുഗത്തിൻ്റെ അന്ത്യഘട്ടത്തിൽ ലോഹ ഉപകരണങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയ കാലം താമ്രശിലായുഗം എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ ഇതൊക്കെ പ്രധാനപ്പെട്ട പോയിന്റാണ്, സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരാം. അപ്പോൾ ഇതെല്ലാം നല്ല വിശദമായിട്ട് മനസ്സിലാക്കുക. ഇനി ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് നോക്കാം. ശിലായുഗം കണ്ട പ്രാചീന, പെട്ടെന്ന് ഷോർട്ടായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന മൈൻഡിൽ നിൽക്കാനാണ്. ഈ ചാർട്ട് ഒന്ന് ഓടിച്ചൊന്ന് നോക്കി ഒന്ന് ഉറപ്പിക്കുക. ശിലായുഗം നമുക്ക് പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം, താമ്രശിലായുഗം, അങ്ങനെ 4 ശിലായുഗമായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ശിലായുഗത്തെ പ്രധാനമായിട്ടും 4ആയിട്ട്: 1 പ്രാചീന ശിലായുഗം, 2 മധ്യശിലായുഗം, 3 നവീന ശിലായുഗം, 4 താമ്രശിലായുഗം. പ്രാചീന ശിലായുഗം പാലിയോലിത്തിക് ഏജ് എന്ന് പറയും. മധ്യശിലായുഗം മീസോലിത്തിക് ഏജ് എന്ന് പറയും. നവീന ശിലായുഗം നിയോലിത്തിക് ഏജ് എന്ന് പറയും. താമ്രശിലായുഗം ചാൾക്കോലിത്തിക് ഏജ് എന്നും പറയും. പ്രാചീന ശിലായുഗത്തിൽ പരുക്കൻ ശിലായുധങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. മധ്യശിലായുഗത്തിൽ സൂക്ഷ്മ ശിലായുധങ്ങൾ ഉപയോഗിച്ചിരുന്നു. നവീന ശിലായുഗത്തിലോ മിനുസപ്പെടുത്തിയ ശിലായുധങ്ങൾ ഉപയോഗിച്ചിരുന്നു. മാറിപ്പോരുത്. താമ്രശിലായുഗത്തിലോ ശിലകളും ചെമ്പുകളും ചേർത്ത് ശിലകളും ഉപയോഗിച്ചിരുന്നു, അതുപോലെ ചെമ്പ് ലോഹങ്ങളും ഉപയോഗിച്ചിരുന്നു. ഇവൻ്റെ പ്രാചീന ശിലായുഗത്തിൻ്റെ കേന്ദ്രം അല്ലെങ്കിൽ അവരെ അവശിഷ്ടം ലഭിച്ച കേന്ദ്രമാണ് ഭിംബേട്ക, അൾട്ടാമിറ, ഷോവെ, ലാസ്കോ എന്നീ കേന്ദ്രങ്ങൾ. അതുപോലെ മധ്യശിലായുഗത്തിലെ അവശിഷ്ടങ്ങൾ ലഭിച്ചത് ബാഗോർ 1, ആദംഗഡ് എന്നീ 2 കേന്ദ്രങ്ങളാണ് പ്രധാനമായിട്ടുള്ള കേന്ദ്രങ്ങൾ. നവീന ശിലായുഗത്തിലെ അവശിഷ്ടങ്ങൾ ലഭിച്ച കേന്ദ്രമാണ് എടക്കൽ എന്ന പ്രദേശം, അതുപോലെ ജെറീക്കോ എന്ന പ്രദേശം. എന്നാൽ താമ്രശിലായുഗത്തിലെ അവശിഷ്ടങ്ങൾ ലഭിച്ച പ്രദേശങ്ങളാണ് മെഹർഗഡ്, ചാദൽ ഹുയൂക്ക്. ഓക്കെ, അതൊരു സ്ഥലമാണ്. മെഹർഗഡും ചാദൽ ഹുയൂക്ക്, ഇങ്ങനെ 2 പ്രദേശങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. അപ്പോൾ 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ ആദ്യത്തെ ചാപ്റ്റർ ഇവിടെ തീർന്നിരിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ ഇതിൻ്റെ കൂടെയുള്ള ക്വസ്റ്റ്യൻ പൂൾ കൂടെ നിങ്ങൾ ഇതിനോടൊപ്പം ചേർത്ത് പഠിക്കണം. ഇപ്പോൾ ഈ 2 ഭാഗങ്ങളോടാകുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഭാഗത്തെ കംപ്ലീറ്റ് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ പുതിയ പാറ്റേൺ അനുസരിച്ച് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ഭാഗം, അതായത് ക്വസ്റ്റ്യൻ പൂൾ, ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ പൂൾ നമുക്ക് പരിശോധിക്കാം. ഓക്കെ, 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് അതിലെ ആദ്യത്തെ ചാപ്റ്റർ ആദ്യകാല മനുഷ്യജീവിതം. ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ പൂൾ നമുക്ക് പഠിക്കാം. ക്വസ്റ്റ്യൻ പൂളിലെ ക്വസ്റ്റ്യൻസുകൾ PSCയുടെ മാറി വന്ന പുതിയ പാറ്റേൺ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ ഫേസ് ചെയ്യാൻ വളരെ പ്രയോജനം ചെയ്യുന്നതാണ്. ക്വസ്റ്റ്യൻ പൂളിലെ ക്വസ്റ്റ്യൻസുകളും ആൻസറുകളും ഭംഗിയായിട്ട് പഠിച്ചിരിക്കുന്നു. നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കാം, സമയം കളയണ്ട. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസുകൾ ഫേസ് ചെയ്യാൻ പറ്റിയ ഒരു മാർഗ്ഗമാണ് ക്വസ്റ്റ്യൻ പൂളിൽ ആസ്പദമാക്കിയുള്ള പഠനം. അതോടൊപ്പം SCERT പുസ്തകങ്ങൾ എല്ലാ പാഠങ്ങളും വിശദമായിട്ട് ഡിസ്ക്രിപ്റ്റീവ് മോഡലിൽ വായിച്ച് പഠിച്ച് ഹൃദയസ്ഥമാക്കിയാൽ
നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനുകൾ ആൻസർ ചെയ്യാം. അപ്പോൾ സമയം കളയാതെ ക്ലാസ്സിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ പൂൾ ആദ്യകാല മനുഷ്യജീവിതം സോഷ്യൽ സയൻസ് ചാപ്റ്റർ 1 സ്റ്റാൻഡേർഡ് 5 ക്ലാസ്സിലെ പാഠഭാഗമാണ്. 5 ക്ലാസ് മുതൽ നമ്മൾ 10 ക്ലാസ് വരെയുള്ള പാഠഭാഗങ്ങൾ ക്രമമായിട്ട് പഠിക്കും. ഇതിലെ ആദ്യത്തെ വീഡിയോ ആണ് ക്വസ്റ്റ്യൻ പൂൾ ഞാൻ ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നവീന ശിലായുഗ മനുഷ്യനെ കൂട്ടായ ജീവിതത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ എന്തല്ല? അപ്പോൾ ഏതൊക്കെയാണ്? കൃഷിയുടെ വികാസവും സ്ഥിരതാമസവും. പുറത്ത് എന്താണ്? നവീന ശിലായുഗ മനുഷ്യനെ കൂട്ടായ ജീവിതത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? ആ സാഹചര്യങ്ങൾ മനസ്സിലാക്കണം. കൃഷിയുടെ വികാസം 1, 2 സ്ഥിരതാമസം. ഈ 2 സാഹചര്യങ്ങൾ കാരണമാണ് നവീന ശിലായുഗ മനുഷ്യനെ കൂട്ടായ ജീവിതത്തിലേക്ക്, അതായത് സമൂഹമായിട്ട് ജീവിക്കാൻ അവരെ പ്രേരിപ്പിച്ചത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇടയ്ക്കൽ ഗുഹാചിത്രങ്ങൾ ഏത് ശിലായുഗ മനുഷ്യൻ്റെ സൃഷ്ടിയാണ്? അപ്പോൾ അത് നവീന ശിലായുഗ മനുഷ്യൻ്റെ സൃഷ്ടിയാണ് ഇടയ്ക്കൽ ഗുഹാചിത്രങ്ങൾ. നവീന ശിലായുഗ മനുഷ്യരാണ് ഇത് സൃഷ്ടിച്ചത്. ഇടയ്ക്കൽ ഗുഹാചിത്രങ്ങൾ ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, അടുത്തതായിട്ട് നവീന ശിലായുഗ മനുഷ്യർ കൈവരിച്ച സാങ്കേതിക പുരോഗതിയുടെ ഉദാഹരണമാണ് സ്വിറ്റ്സർലൻഡിലുണ്ടായിരുന്ന തടാക ഗ്രാമങ്ങൾ പ്രസ്താവന സാധൂകരിക്കുക. അതുമായി ബന്ധപ്പെട്ട ഈ പോയിന്റ്സുകൾ പഠിച്ചിരിക്കണം. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഈ പോയിന്റ്സുകൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് വളരെ ഗുണം ചെയ്യും. അപ്പോൾ സ്വിറ്റ്സർലൻഡിലുണ്ടായിരുന്ന തടാക ഗ്രാമങ്ങൾ, സ്വിറ്റ്സർലൻഡിലുണ്ടായിരുന്ന തടാക ഗ്രാമങ്ങൾ, അത് നവീന ശിലായുഗ മനുഷ്യരെ കൈവരിച്ച സാങ്കേതിക പുരോഗതിയുടെ ഉദാഹരണമാണ്. അതൊന്ന് സാധൂകരിക്കാനുള്ള പ്രധാന പോയിന്റുകൾ മനസ്സിലാക്കുക. തടികൾ കൂട്ടിക്കെട്ടി മൃഗത്തിൻ്റെ തോലും കളിമണ്ണും ഉപയോഗിച്ചാണ് തടാകത്തിൽ വാസസ്ഥലങ്ങൾ നിർമ്മിച്ചത്. അപ്പോൾ തടാകത്തിൽ വാസസ്ഥലങ്ങൾ നിർമ്മിച്ചത് തടികൾ കൂട്ടിക്കെട്ടി മൃഗത്തിൻ്റെ തോലും കളിമണ്ണും ഉപയോഗിച്ചാണ്. ഈ നവീന ശിലായുഗ മനുഷ്യർ അവരുടെ സാങ്കേതിക പുരോഗതിയാണ് ഈ കാണിച്ചത്. ഈ സാങ്കേതിക വിദ്യകളിലൂടെയാണ് ഇവർ സ്വിറ്റ്സർലൻഡിൽ തടാക ഗ്രാമങ്ങൾ നിർമ്മിച്ചത്. അപ്പോൾ മനസ്സിലായില്ല അതിൻ്റെ സാധൂകരണം. തടികൾ കൂട്ടിക്കെട്ടി മൃഗത്തിൻ്റെ തോലും കളിമണ്ണ് ഉപയോഗിച്ചാണ് തടാകത്തിലെ വാസസ്ഥലങ്ങൾ നിർമ്മിച്ചത്. അടുത്ത പോയിന്റ്, 4ാമത്തെ ക്വസ്റ്റ്യൻ, ശിലായുഗ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ചില പ്രദേശങ്ങളാണ് ചുവടെ തന്നിട്ടുള്ളത്. ഈ പ്രദേശങ്ങൾ ഓരോന്നും ഏത് ശിലായുഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് എഴുതുക. ഇപ്പോൾ കുറേ സ്ഥലങ്ങൾ തന്നിട്ടുണ്ട്. ചാദൽ ഹൊയൂക്ക്, ജെറീക്കോ, ആദംഗഡ്, ഫിംബേഡ്ക. ഈ സ്ഥലങ്ങൾ ഏത് ശിലായുഗവുമായി ബന്ധപ്പെട്ടു എന്ന് മനസ്സിലാക്കണം. ഇത് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ഫേസ് ചെയ്യാൻ നമുക്ക് വളരെ ഗുണം ചെയ്യും. നോക്കിക്കൊള്ളുക. ഫിംബേഡ്ക പ്രാചീന ശിലായുഗത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പ്രാചീന ശിലായുഗത്തിലെ അവശിഷ്ടങ്ങൾ ഈ ഫിംബേഡ്ക എന്ന സ്ഥലത്ത് അല്ലെങ്കിൽ പ്രദേശത്ത് കണ്ടെത്തിയിട്ടുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ ആദംഗഡ് മധ്യശിലായുഗത്തിലെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ പ്രദേശമാണ് ആദംഗഡ്. അതുപോലെ ജെറീക്കോ എന്ന് പറയുമ്പോൾ നവീന ശിലായുഗത്തിലെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സ്ഥലമാണ് ജെറീക്കോ. അതുപോലെ ചാദൽ ഹൊയൂക്ക് താമ്ര ശിലായുഗത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ പ്രദേശമാണ് ചാദൽ ഹൊയൂക്ക്. ഓർത്തിരിക്കുക, മാറിപ്പോയത്. ഫിംബേഡ്ക പ്രാചീന ശിലായുഗം, ആദംഗഡ് മധ്യശിലായുഗം, ജെറീക്കോ നവീന ശിലായുഗം, ചാദൽ ഹൊയൂക്ക് താമ്ര ശിലായുഗം. ഇപ്പോൾ ക്ലിയർ ആയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, 5ാമത്തത്, മധ്യശിലായുഗത്തിലെയും നവീന ശിലായുഗത്തിലെയും ശിലായുധങ്ങളുടെ പ്രത്യേകതകൾ താരതമ്യം ചെയ്യുക. എന്താണ് ഇതിൻ്റെ പ്രത്യേകത നോക്കുക. മധ്യശിലായുഗത്തിൽ സൂക്ഷ്മവും നുനയുള്ളതുമായ ശില കൊണ്ടുള്ള ആയുധങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ നവീന ശിലായുഗത്തിൽ മിനുസപ്പെടുത്തിയ ശിലായുധങ്ങളാണ് ഉപയോഗിച്ചത്. മിനുസപ്പെടുത്തിയിരുന്നു നവീന ശിലായുഗത്തിൽ. എന്നാൽ മധ്യശിലായുഗത്തിൽ മിനുസപ്പെടുത്തിയിട്ടില്ല, പക്ഷെ മുനയുള്ള ആയുധങ്ങളാണ് അവർ ഉപയോഗിച്ചത്. 6ാമത്തെ ക്വസ്റ്റ്യൻ, നവീന ശിലായുഗത്തിലെ കാർഷിക രംഗത്തുണ്ടായ മാറ്റങ്ങളെ നവീന ശിലായുഗ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരനായത് അത് ഗോൾഡൻ ചൈൽഡാണ്. ഗോർഡൻ ചൈൽഡ് എന്ന ചരിത്രകാരനാണ് നവീന ശിലായുഗത്തിലെ കാർഷിക രംഗത്തുണ്ടായ മാറ്റങ്ങളെ നവീന ശിലായുഗ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത്. ഓക്കെ, അടുത്ത 7ാമത്തത്, തുർക്കിയിലെ ചാദൽ ഹൊയൂക്ക്. ഈ ചാദൽ ഹൊയൂക്ക് എന്ന സ്ഥലം തുർക്കി എന്ന രാജ്യത്താണ്. തുർക്കിയിലെ ചാദൽ ഹൊയൂക്ക് ഏത് ശിലായുഗവുമായി ബന്ധപ്പെട്ടതാണ്? താമ്ര ശിലായുഗം. നമ്മളിപ്പോൾ പഠിച്ചതാണ്. താമ്ര ശിലായുഗവുമായി ബന്ധപ്പെട്ട പ്രദേശമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താമ്ര ശിലായുഗ കേന്ദ്രമായ മെഹർഗഡ് എന്ന് പറയുമ്പോൾ താമ്ര ശിലായുഗ കേന്ദ്രമാണെന്ന് നമുക്ക് ഇതിന് കിട്ടി.
അത് ക്വസ്റ്റ്യൻ പുതിയ പാറ്റേൺ അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അത് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ മെഹർഹഡിൽ നിന്നും ചരിത്ര പഠനത്തെ സഹായിക്കുന്ന എന്തെല്ലാം തെളിവുകളാണ് ലഭിച്ചിട്ടുള്ളത്? അത് ഓരോന്നും പഠിച്ചിരിക്കണം കേട്ടോ. അടുപ്പോട് കൂടിയ ചെളിക്കെട്ട് കൊണ്ട് നിർമ്മിച്ച വീടുകളാണ് ഈ താമരശിലായുഗ കേന്ദ്രമായ മെഹർഹഡിൽ കാണപ്പെട്ടത്. അത് ഓർത്തിരുന്നോണം. അപ്പം സ്റ്റേറ്റ്മെൻറ്റുകൾ ചോദിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുപ്പുകളോട് കൂടിയ ചെളിക്കട്ട കൊണ്ട് നിർമ്മിച്ച വീടുകൾ. മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്നത് ചക്രമാണ്. അപ്പോൾ ചക്രം ഉപയോഗിച്ചാണ് മൺപാത്ര നിർമ്മാണം നടത്തിയിരുന്നത്. അടുത്ത പോയിന്റ്, നവീന ശിലായുഗത്തിൽ മനുഷ്യജീവിതം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കാനുള്ള കാരണങ്ങൾ എഴുതുക. ഈ കാരണങ്ങളെല്ലാം പഠിച്ചിരിക്കണം. ജനസംഖ്യാ വർധനവ് 1. നവീന ശിലായുഗത്തിൻ്റെ മനുഷ്യജീവിതം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു. കാരണം ജനസംഖ്യാ വർധനവ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം കൃഷിയോഗ്യമായ പ്രദേശങ്ങളുടെ ആവശ്യകത. ഇപ്പോൾ കൃഷി വളരെ വിപുലമാകണം ജനസംഖ്യ വർദ്ധിച്ചതോടുകൂടി അല്ലേ. അടുത്തതായിട്ട് 3, ജലഗതാഗതം ആവശ്യമാണ്. അവർക്ക് യാത്ര ചെയ്യാനും മറ്റും ജലഗതാഗതം ആവശ്യമാണ്. വാസയോഗ്യമായ പ്രദേശങ്ങളെ ആവശ്യകത. വാസയോഗ്യമല്ലാത്ത പ്രദേശത്ത് അവർക്ക് തങ്ങുവാൻ സാധിക്കുകയില്ല. അപ്പോൾ വാസയോഗ്യമായ പ്രദേശങ്ങൾ ജനസംഖ്യ വർദ്ധിച്ചപ്പോൾ കൂടുതൽ വേണം. അന്നേരം അവർ എന്തോ ചെയ്തു, ആ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് നവീന ശിലായുഗത്തിലെ മനുഷ്യജീവിതം വ്യാപിക്കാൻ കാരണമായി. അടുത്ത ക്വസ്റ്റ്യൻ, നവീന ശിലായുഗവുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങൾ അവയുടെ പ്രത്യേകതകൾ ചുവടെ ചേർക്കുന്നു. അവയെ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തി എഴുതുക. ചക്രങ്ങളുള്ള വണ്ടി ഒന്നാമത്തത്. രണ്ടാമത് തടാക ഗ്രാമം. 3 കല്ലുകൾ കൊണ്ടുള്ള മതിലുകൾ. പിന്നെ സ്വിറ്റ്സർലൻഡ്. പിന്നെ എടയ്ക്കൽ ഗുഹ, പാലസ്തീനിലെ ജെറീക്കോ. ഈ പ്രദേശങ്ങളാണ്. അവ നോക്കുക. ചക്രങ്ങളുള്ള വണ്ടി എടയ്ക്കൽ ഗുഹയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തടാക ഗ്രാമം സ്വിറ്റ്സർലൻഡാണ്, നമുക്കറിയാം. ഈ എടയ്ക്കൽ ഗുഹയിൽ ചക്രങ്ങളുള്ള വണ്ടി വരച്ചിട്ടുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാം അല്ലേ. ചിത്രങ്ങൾ എടയ്ക്കൽ ഗുഹയിൽ ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട് അല്ലേ. ധാരാളം ചിത്രങ്ങൾ ആ ഭിത്തികളിൽ, കല്ലുകൊണ്ടുള്ള ഭിത്തികളിൽ, ആ ഗുഹയുടെ ഭിത്തികളിൽ വരച്ചിട്ടുണ്ട്. അതുപോലെ കല്ലുകൾ കൊണ്ടുള്ള മതിലുകൾ എവിടെയാണ്? പാറസിലെ ജെറീക്കോയിലെ പ്രത്യേകതയാണ്. ജെറീക്കോ എന്ന സ്ഥലത്തെ അല്ലെ പ്രദേശത്തിലെ പ്രത്യേകതയാണ് കല്ലുകൾ കൊണ്ടുള്ള മതിലുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യനാണ് 11ാമത്തെ ക്വസ്റ്റ്യൻ. നവീന ശിലായുഗത്തിൻ്റെ 3 സവിശേഷതകൾ അറിഞ്ഞിരിക്കുക. 1, സ്ഥിരവാസം ആരംഭിച്ചു. നവീന ശിലായുഗത്തിൽ ഉണ്ടായ അല്ലെങ്കിൽ നവീന ശിലായുഗത്തിൻ്റെ പ്രത്യേകതകൾ. സ്ഥിരവാസം ആരംഭിച്ചു. 2, കൃഷി ആരംഭിച്ചു. നവീന ശിലായുഗത്തിലാണ് കൃഷി ആരംഭിച്ചതെന്ന് ഓർത്തിരിക്കുക. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ വരുമ്പോൾ വളരെ പ്രയോജനം ചെയ്യും. സ്ഥിരതാമസം ആരംഭിച്ചത് നവീന ശിലായുഗത്തിലാണ്. ഭക്ഷണത്തിൻ്റെ ആവശ്യത്തിന് മൃഗങ്ങളെ വളർത്തിയതും നവീന ശിലായുഗത്തിലാണ്. ചക്രങ്ങളുള്ള വണ്ടികൾ ഉപയോഗിച്ചതും നവീന ശിലായുഗത്തിലാണ്. കളിമൺ പാത്ര നിർമ്മാണം കളിമൺ പാത്ര നിർമ്മാണം ആരംഭിച്ചതും നവീന ശിലായുഗത്തിലാണ്. അപ്പോൾ ഈ പ്രത്യേകതകൾ ഓർത്തിരിക്കുക. അപ്പോൾ നവീന ശിലായുഗത്തിൻ്റെ പ്രത്യേകതയാണ് സ്ഥിരവാസം ആരംഭിച്ചു, കൃഷി ആരംഭിച്ചു, ഭക്ഷണത്തിൻ്റെ മൃഗങ്ങളെ വളർത്തി, ചക്രങ്ങളുള്ള വണ്ടികൾ ഉപയോഗിച്ചു, കളിമൺ പാത്ര നിർമ്മാണം ആരംഭിച്ചു. അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ, നവീന ശിലായുഗ മനുഷ്യരെ സ്ഥിരവാസം ആരംഭിക്കുന്നതിന് പ്രേരിപ്പിച്ച പ്രധാന ഘടകം കൃഷിയാണ്. കൃഷി കറക്റ്റാണെങ്കിൽ, കൃഷി നല്ല രീതിയിൽ നടക്കുകയാണെങ്കിൽ അവിടെ സ്ഥിരമായിട്ട് താമസിക്കും. കൃഷിയാണല്ലോ അവരുടെ വരുമാനവും ഭക്ഷ്യമാർഗവും. ഓക്കെ. അടുത്ത പോയിന്റ് അല്ലെങ്കിൽ അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യനാണ്, ലോഹ ഉപകരണങ്ങളുടെ നിർമ്മാണത്തിലേക്ക് പ്രാചീന മനുഷ്യനെ നയിച്ച സാഹചര്യങ്ങൾ വ്യക്തമാക്കുക. ഏതൊക്കെ സാഹചര്യങ്ങൾ കൊണ്ടാണ് ലോഹ ഉപകരണങ്ങളുടെ നിർമ്മാണത്തിലേക്ക് പ്രാചീന മനുഷ്യനെ നയിച്ചത്? നോക്കിയുള്ള ആവശ്യങ്ങളുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യം കൊണ്ടാണ് ഒരു കാരണം. അടുത്തതായിട്ട് ഉപകരണങ്ങളെ മെച്ചപ്പെടുത്തൽ. ഈ ഉപകരണങ്ങൾ പഴയ ഉപകരണങ്ങൾ പോരാതെ വന്നു, ശില കൊണ്ടുള്ള ഉപകരണങ്ങളൊന്നും പോരാതെ വന്നു. അപ്പോൾ ഉപകരണങ്ങളും മെച്ചപ്പെടുത്തൽ ആവശ്യമായിട്ട് വന്നപ്പോൾ അവർക്ക് ലോഹോപകരണങ്ങളുടെ നിർമ്മാണത്തിലേക്ക് അവരെ നയിച്ചു. ഉപകരണങ്ങൾ സാമൂഹ്യ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങളും ഇതിന് ഒരു പ്രധാന ഘടകമായി. അടുത്തായിട്ട് വരുന്നത് പദസൂര്യൻ പൂർത്തിയാക്കുക. നമുക്കറിയാം ഇവിടെ ഇടയ്ക്കൽ നവീന ശിലായുഗത്തിലാണ്. ഇത് ശിലായുഗം കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ബാഗൂർ അതുപോലെ അൾട്ടാമിറ അതിനോട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ ഇതാണ് അൾട്ടാമിറയാണ് കേട്ടോ. അൾട്ടാമിറ എന്ന് പറയുമ്പോൾ പ്രാചീന ശിലായുഗത്തെ സൂചിപ്പിക്കുന്ന അൾട്ടാമിറ പ്രാചീന ശിലായുഗവുമായി ബന്ധപ്പെട്ട സ്ഥലമാണ്. മധ്യശിലായുഗവുമായി ബന്ധപ്പെട്ടതാണ് ബാഗൂർ. ഏതാണ്? മധ്യശിലായുഗവുമായി ബന്ധപ്പെട്ടാണ് ബാഗൂർ. ഇടയ്ക്കൽ ഗുഹകൾ എന്ന് പറയുമ്പോൾ നവീന ശിലായുഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 15ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവർ തെറ്റായ പ്രസ്താവന കണ്ടെത്തി എഴുതുക.
താഴെ തന്നിരിക്കുന്നതിന് തെറ്റായിട്ടുള്ള ഏതാണ്? കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങളെയാണ് ആദ്യകാല മനുഷ്യർ ആശ്രയിച്ചിരിക്കുന്നത്. ശരിയോ തെറ്റോ? ശരിയാണ്. നവീന ശിലായുഗത്തിൽ മനുഷ്യൻ സ്ഥിരതാമസം ആരംഭിച്ചു. ശരിയാണല്ലോ. ശരി. മൂന്നാമത്തെ പോയിന്റ്, ശിലായുഗത്തിൽ നിന്ന് യുഗത്തിലേക്കുള്ള മാറ്റത്തിലെ കാലമായിരുന്നു നവീന ശിലായുഗം. തെറ്റ്. ശിലായുഗത്തിൽ നിന്ന് നേരിട്ട് ലോകയുഗത്തിലേക്ക് മാറുന്നില്ല. അത് നവീന ശിലായുഗമല്ല. അപ്പോൾ നവീന ശിലായുഗം ഇവിടെ തെറ്റാണ്. അവിടെ സ്റ്റേറ്റ്മെൻറ്റ് 3 തെറ്റ്. ബാക്കി 1ഉം 2ഉം ശരി. അടുത്ത 16ാമത്തെ ക്വസ്റ്റ്യൻ, താമ്രശിലായുഗത്തിലെ മനുഷ്യൻ്റെ പുരോഗതിയെ സൂചിപ്പിക്കുന്ന എന്തെല്ലാം വിവരങ്ങളാണ് ചാതൽ ഹൊയൂക്കിൽ നിന്ന് ലഭിക്കുന്നത്? ചാതൽ ഹൊയൂക്കിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഏതൊക്കെ നമുക്ക്? ചെളിക്കട്ടകൾ കൊണ്ട് നിർമ്മിച്ച വീട്, കുടിലുകൾ, അടുപ്പുകളോട് കൂടിയ വീട്, കുടിലുകളിലെ ഭിത്തിയിൽ ചിത്രങ്ങൾ. ഇതൊക്കെയാണ് ചാതൽ ഹൊയൂക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ വിവരങ്ങൾ. ഇത് താമ്രശിലായുഗമാണ്. ചാതൽ ഹൊയൂക്ക് എന്ന പ്രദേശത്ത് നിലനിന്നിരുന്നെന്ന് മനസ്സിലാക്കണം. 17ാമത്തെ ക്വസ്റ്റ്യൻ, മധ്യശിലായുഗത്തെ സൂക്ഷ്മശിലായുഗം എന്ന് വിളിക്കാൻ കാരണം? സൂക്ഷ്മവും മുനയുള്ളതുമായ ആയുധങ്ങളാണ് ഉപയോഗിച്ചത്. ആ ആയുധങ്ങൾ ഉപയോഗിച്ചത് കൊണ്ടാണ് മധ്യശിലായുഗത്തെ സൂക്ഷ്മശിലായുഗം എന്ന് വിളിക്കുവാൻ കാരണം. താഴെ തന്നിരിക്കുന്നതിൽ പ്രസ്ഥാനങ്ങൾ ഏതെല്ലാം ശിലായുധങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്ന് കണ്ടെത്തിയത്? സൂക്ഷ്മ മുനയുള്ളതുമായ ശിലായുധങ്ങൾ ഏത് ശിലായുഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പരുക്കൻ കല്ലുകൾ ഉപയോഗിച്ചിരുന്നു. അത് ഏത് ശിലായുഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ചങ്ങാടങ്ങൾ ഉപയോഗിച്ചു. അത് ഏത് ശിലായുഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അത് നോക്കുക. സൂക്ഷ്മ മുനയുള്ളതുമായ ശിലായുധങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ, മധ്യശിലായുഗത്തിലാണ്. പരുക്കൻ കല്ലുകൾ ഉപയോഗിച്ചത് പ്രാചീന ശിലായുഗത്തിലാണ്, കല്ലുകൾ മാത്രം. ചങ്ങാടങ്ങൾ നവീന ശിലായുഗത്തിൽ നമുക്കറിയാം. നവീന ശിലായുഗത്തിലാണ് ചങ്ങാടങ്ങൾ കുറച്ച് പരിഷ്കാരമൊക്കെ വന്നപ്പോഴാണ് ചങ്ങാടങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയത്. എന്നാൽ സൂക്ഷ്മ മുനയുള്ളതുമായ ശിലായുധങ്ങൾ ഉപയോഗിച്ചത് മധ്യശിലായുഗത്തിലാണെന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. 19ാമത്തെ ക്വസ്റ്റ്യൻ, നവീന ശിലായുഗത്തിൽ മനുഷ്യൻ കൈവരിച്ച നേട്ടങ്ങൾക്ക് 3 ഉദാഹരണങ്ങൾ എഴുതുക. 3 ഇവിടെ ഒരു 9 എണ്ണം കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഫുള്ള് നമുക്ക് നോക്കാം. ഓരോ നോക്കുക. മിനുസപ്പെടുത്തിയ ആയുധങ്ങൾ നവീന ശിലായുഗത്തിൻ്റെ പ്രത്യേകത. സ്ഥിരതാമസം വന്നു. ചക്രത്തിൻ്റെ സഹായത്തോടെ മൺപാത്ര നിർമ്മാണം നടത്തി. എല്ലുകൊണ്ട് നിർമ്മിച്ച സൂചി കൊണ്ട് വസ്ത്രങ്ങൾ നെയ്യുക. അപ്പോൾ ഓർക്ക് സൂചി ഇവിടെ എല്ലാണ് സൂചിയായിട്ട് ഉപയോഗിക്കുന്നത്. ഈ വസ്ത്രങ്ങൾ നെയ്യാൻ ഉപയോഗിക്കുന്ന സൂചി എന്താണ്? എല്ലുകൊണ്ട് നിർമ്മിച്ചതാണ് കേട്ടോ, ഓർത്തിരിക്കുക. അത് പോയിൻ്റാണ്. കളിമൺ പാത്ര നിർമ്മാണം ആരംഭിച്ചു. ചങ്ങാടങ്ങളുടെ ഉപയോഗം ആരംഭിച്ചു. ആഭരണ നിർമ്മാണം ആരംഭിച്ചു. മീൻപിടുത്തം തുടങ്ങി. തടി കൊണ്ടുള്ള കലപ്പയും ഉപയോഗിച്ചു തുടങ്ങി. ഓർത്തിരിക്കുക. അടുത്തിട്ട് 20ാമത്തെ ക്വസ്റ്റ്യൻ, ബ്രാക്കറ്റിൽ നിന്ന് അനുയോജ്യമായ കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കുക. പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങൾ മധ്യപ്രദേശിലാണ്. മനസ്സിലായല്ലോ. പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങൾ ഇത് സംസ്ഥാനം. അപ്പോൾ പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങളാണ് നമ്മൾ ഇവിടെ ഈ 1ാമത്തെ കോളത്തിൽ കൊടുത്തിരുന്നത്. ഭിംബേട്ക മധ്യപ്രദേശിലാണ്. ഈ സംസ്ഥാനത്താണ്, മധ്യപ്രദേശിലാണ് ഭിംബേട്ക. ഓർത്തിരിക്കുക. ഹൻസ്കി ഏത് സംസ്ഥാനത്താണെന്ന് വെച്ചാൽ കർണാടകയാണ് ഹൻസ്കി. കൂർണൂർ ഗുഹകൾ എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. ഇവിടെ 2 പൂരിപ്പിക്കാനുള്ള ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിട്ടുണ്ട്. താഴെ ആൻസർ കൊടുത്തിട്ടുണ്ട്. ഭിംബേട്ക മധ്യപ്രദേശ് പഠിക്കുക, ഹൻസ്കി കർണാടക പഠിക്കുക, കൂർണൂർ ഗുഹകൾ ആന്ധ്രാപ്രദേശ് പഠിക്കുക. ഇവിടെ ഒറീസ, കർണാടക, ആന്ധ്രാപ്രദേശ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് 2 എണ്ണം എടുത്താൽ മതി. ഇതൊക്കെ ഒന്ന് കർണാടകയാണ് ആൻസർ. ഇവിടെ ഹൻസ്കി. ആന്ധ്രാപ്രദേശാണ് കുർണൂർ ഗുഹകൾ ആന്ധ്രാപ്രദേശിലാണ് കാണുന്നത്. ഒറീസയ്ക്ക് ഇവിടെ ഓപ്ഷനിൽ ഇല്ല. അപ്പോൾ അത് വിട്ടേക്കുക. ഓക്കെ. ഭിംബേട്ക മധ്യപ്രദേശിലാണെന്ന് കൂടി ഓർത്തിരിക്കുക. എ കോളത്തിന് യോജിച്ച രീതിയിൽ ബി കോളം ക്രമപ്പെടുത്തുക. അപ്പോൾ ഇത് എ കോളത്തിന് യോജിച്ചില്ല. അൾട്ടാമ്ര എവിടെയാണ്? അൾട്ടാമ്ര ഏത് ശിലായുഗമാണ്? നമുക്ക് ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. പ്രാചീന ശിലായുഗത്തിലുള്ള അൾട്ടാമ്ര. ചാതൽ ഹൊയൂക്ക് താമ്ര ശിലായുഗമാണ്. എടയ്ക്കൽ ഗുഹ നവീന ശിലായുഗത്തിലാണ്. ബാഗൂർ മധ്യശിലായുഗത്തിലാണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അൾട്ടാമ്ര പ്രാചീന ശിലായുഗം ഉണ്ടാവും. ചാതൽ ഹൊയൂക്ക് മധ്യശിലായുഗം. എടയ്ക്കൽ ഗുഹ ഇതാണ് നവീന ശിലായുഗം. ബാഗൂർ താമ്രശിലായുഗം. മനസ്സിലായല്ലോ. ബാഗൂറാണ് മധ്യശിലായുഗം അല്ലേ. താമ്രശിലായുഗം ഇവിടെയാണ്. ചാതൽ ഹൊയൂക്കാണ് മാറിപ്പോയത്. അൾട്ടാമ്ര പ്രാചീന ശിലായുഗം. ചാതൽ ഹൊയൂക്ക് താമ്രശിലായുഗം. എടയ്ക്കൽ ഗുഹ നവീന ശിലായുഗം. ബാഗൂർ മധ്യശിലായുഗം അല്ലേ. ആദ്യം ഞാൻ പറയുമ്പോൾ ഇടയ്ക്കൊന്ന് തിരിഞ്ഞു മറന്നു പോയത്. ഇപ്പോൾ ഇത് കാണാൻ പഠിക്കുക. അടുത്തായിട്ട് വരുന്നത്, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദീസ് കേവ് പെയിൻറ്റിങ്സ്? ഈ എടയ്ക്കൽ ഗുഹയിലെ പെയിൻറ്റിങ്ങിൻ്റെ പ്രത്യേകത എന്താണ്? മോസ്റ്റ് ഓഫ് ദം ആർ പിക്ചേഴ്സ് ഓഫ് ആനിമൽസ്. മിക്കവാറും ചിത്രങ്ങളും മൃഗങ്ങളുടെ ചിത്രങ്ങളായിരുന്നു. ദർ ആർ പിക്ചേഴ്സ് ഓഫ് ഹണ്ടിങ്. വേട്ടയാടലിൻ്റെ ചിത്രങ്ങൾ അവിടെ കാണാം.
ഗ്രൂപ്പ് ഡാൻസിങ് ഈസ് ട്രാൻഡ് ഇൻ ഇറ്റ്. ഗ്രൂപ്പ് ഡാൻസിങ്ങിൻ്റെ ചിത്രങ്ങൾ അതിലുണ്ടായിരുന്നു. ദേ യൂസ്ഡ് കളേഴ്സ്, അവർ കളറുകൾ അല്ലെങ്കിൽ നിറങ്ങൾ ഉപയോഗിച്ചിരുന്നു. ഇതാണ് ഈ കേവ് പെയിൻറ്റിങ്സിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ. നവീന ശിലായുഗ മനുഷ്യൻ്റെ ആഹാര സമ്പാദനം പുരാതന ശിലായുഗ മനുഷ്യരിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കും? അപ്പോൾ ഇവർ ആഹാര സമ്പാദനം അല്ലെങ്കിൽ വേട്ടയാടി പിടിക്കുകയൊക്കെ ചെയ്യാമെന്നല്ല ആഹാരം അവർ സമ്പാദിക്കുന്നത്. അപ്പോൾ നോക്കാം. പുരാതന ശിലായുഗ മനുഷ്യർ ഭക്ഷ്യശേഖരണം നടത്തി, നവീന ശിലായുഗ മനുഷ്യൻ ഭക്ഷ്യ ഉൽപ്പാദനം നടത്തി. ഇതാണ് വ്യത്യാസം. നവീന ശിലായുഗം എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ പരിഷ്കരിച്ച സിവിലൈസ്ഡ് ആയിട്ടുള്ള മനുഷ്യരാണ്. അവർ ഭക്ഷ്യം ഉൽപ്പാദിപ്പിച്ചു, കൃഷിയിലൂടെയൊക്കെ ഭക്ഷ്യ ഉൽപ്പാദനം നടത്തി. എന്നാൽ പ്രാചീന മനുഷ്യൻ അങ്ങനെ ഉൽപ്പാദനം നടത്തിയില്ല. അവർ വേട്ടയാടി പിടിക്കുകയാണ് ഉണ്ടായത്, അല്ലേ? മൃഗങ്ങളെയും മറ്റും പഴവർഗ്ഗങ്ങളും മറ്റുമൊക്കെ അവർ ശേഖരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് പുരാതന ശിലായുഗ മനുഷ്യൻ ഭക്ഷ്യ ശേഖരണം നടത്തി, നവീന ശിലായുഗ മനുഷ്യനോ ഭക്ഷ്യ ഉൽപ്പാദനവും നടത്തി. താമ്ര ശിലായുഗ മനുഷ്യ ജീവിതം ഏതെല്ലാം മേഖലകളിലാണ് പുരോഗതി നേടിയത്? ഓർത്തിരിക്കുക, താമ്ര ശിലായുഗ മനുഷ്യ ജീവിതം ഏതെല്ലാം മേഖലകളിലാണ് പുരോഗതി നേടിയത്? നോക്കുക, ഇതെല്ലാം പഠിച്ചിരിക്കണം കേട്ടോ. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇത് ആവശ്യമാണ്. കല്ലുകൊണ്ടും ചെമ്പ് കൊണ്ടും ഉപകരണങ്ങൾ നിർമ്മിച്ചു. അപ്പോൾ താമ്ര ശിലായുഗ മനുഷ്യർ കല്ലുകൊണ്ടും ചെമ്പ് കൊണ്ടും ഉപകരണങ്ങൾ നിർമ്മിച്ചു. ചെളിക്കട്ടകൾ കൊണ്ട് കുടിലുകൾ നിർമ്മിച്ചു. അടപ്പുകളോട് കൂടിയ വീട് നിർമ്മിച്ചു. മൺപാത്ര നിർമ്മാണത്തിന് ചക്രം ഉപയോഗിച്ചു. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ നൽകിയിട്ടുള്ള സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രാചീന ശിലായുഗത്തെയും നവീന ശിലായുഗത്തെയും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. നോക്കിയ ഉപകരണങ്ങൾ, തൊഴിൽ, ആഹാര സമ്പാദനം. നോക്കുക, താഴെ തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രാചീന ശിലായുഗത്തിൽ നവീന ശിലായുഗത്തിൽ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. മനസ്സിലായോ? ഇപ്പോൾ ഈ പ്രാചീന ശിലായുഗത്തിൽ ഉപകരണങ്ങൾ പരുക്കൻ ശിലായുധങ്ങളായിരുന്നു. വേട്ടയാടൽ ശിലായുധങ്ങൾ ഉപയോഗിച്ചു. എല്ല്, ആനക്കൊമ്പ്, തടിക്കഷ്ണം ഇവയാണ് ഉപയോഗിച്ചിരുന്നത്, വേട്ടയാടാനായിട്ട് ഉപയോഗിച്ചിരുന്നത്. തൊഴിൽ എന്തായിരുന്നു? അവരുടെ വേട്ടയാടലും ആയുധ നിർമ്മാണമായിരുന്നു. ആഹാര സമ്പാദനം എങ്ങനെ നടത്തിയിരുന്നത്? വേട്ടയാടി ആഹാരം സമ്പാദിച്ചു. എന്നാൽ നവീന ശിലായുധത്തിലോ ഉപകരണങ്ങൾ ശിലായുധങ്ങൾ മിനുസപ്പെടുത്തി ഉപയോഗിച്ചു. ശിലായുധങ്ങൾ മിനുസപ്പെടുത്തിയത് മൂർച്ച വരുത്തി ഇവർ ഉപയോഗിച്ചു. ഈ നവീന ശിലായുധത്തിലെ മനുഷ്യൻ മൺപാത്ര നിർമ്മാണത്തിന് ചക്രം ഉപയോഗിച്ചു. ചൂണ്ടയും ചാട്ടുളയും ഉപയോഗിച്ചു. തടി കൊണ്ട് കലപ്പയും തൂമ്പയും നിർമ്മിച്ചു. കളിമൺ പാത്രങ്ങൾ നിർമ്മിച്ചു. തൊഴിലെന്തായിരുന്നു? മറ്റുള്ളവരുടെ തൊഴിൽ വേട്ടയാടലും വേട്ടയാടലും ആയുധ നിർമ്മാണമാണ്. ഇവിടെ നവീന ശിലായുധത്തിലെ മനുഷ്യൻ്റെ തൊഴിൽ കൃഷിയുണ്ട്, മൃഗങ്ങളെ വളർത്തലുണ്ട്, ഗോതമ്പ്, ആഹാര സമ്പാദനം, അതുപോലെ തന്നെ ഭക്ഷ്യശേഖരത്തിൽ നിന്നും ഭക്ഷ്യ ഉൽപ്പാദനത്തിലേക്ക് മാറി. മീൻപിടുത്തവും അവരുടെ പ്രധാന തൊഴിലായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, എ കോളത്തിന് അനുയോജ്യമായ ബി കോളത്തിന് കണ്ടെത്തി എഴുതുക. സൂക്ഷ്മശിലായുധങ്ങൾ നമുക്കറിയാം നവീന ശിലായുധത്തിലാണ്, അല്ലേ? സൂക്ഷ്മശിലായുധങ്ങൾ മധ്യശിലായുധത്തിലാണ്. മധ്യശിലായുധം. പ്രാചീന ശിലായുധം എന്തായിരുന്നു? പരുപരുത്ത ആയുധങ്ങളാണ്. മിനുസപ്പെടുത്തിയതാണ് ഇവിടെ നവീന ശിലായുധങ്ങൾ. മിനുസപ്പെടുത്തിയ ശിലായുധങ്ങളാണ് നവീന ശിലായുധങ്ങൾ. ചെമ്പുകൊണ്ടുള്ള ആയുധങ്ങൾ എവിടെയാണ്? താമ്രശിലായുധത്തിലാണ്. അത് നമുക്ക് വളരെ ഈസിയായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ സൂക്ഷ്മശിലായുധങ്ങൾ മധ്യശിലായുധത്തിലും, പരുപരുത്തിയ ശിലായുധങ്ങൾ പ്രാചീന ശിലായുധത്തിലും, മിനുസപ്പെടുത്തിയ ശിലായുധങ്ങൾ നവീന ശിലായുധത്തിലും, ചെമ്പുകൊണ്ടുള്ള ആയുധങ്ങൾ താമ്രശിലായുധത്തിലുമാണ് ഉപയോഗിച്ചിരുന്നത്. അടുത്തതായിട്ട്, ഇന്ത്യയിലെ പ്രാചീന ശിലായുഗ കേന്ദ്രമായ ഭിംബേട്ക ശ്രദ്ധേയമായത് എന്തുകൊണ്ടാണ്? കല്ലുകൊണ്ട് നിർമ്മിച്ച വാസസ്ഥലങ്ങളാണ് ഭിംബേട്ക. എല്ലാം സ്റ്റേറ്റ്മെൻറ്റ് കാട്ടി ചോദിച്ചാൽ അത് എഴുതണം. ഭിംബേട്ക ഇവിടെ മധ്യപ്രദേശിലാണ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. മധ്യപ്രദേശ് എന്ന സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഭിംബേട്ക. പ്രാചീന ശിലായുഗ കേന്ദ്രത്തിൻ്റെ കേന്ദ്രമായിരുന്നു. അവിടെ കല്ലുകൊണ്ട് നിർമ്മിച്ച വാസസ്ഥലങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. അടുത്തായിട്ട്, കലാരംഗത്തും കരകൗശല വിദ്യയിലും പ്രാചീന ശിലായുഗ മനുഷ്യർ പുരോഗതി കൈവരിച്ചിരുന്നു. ഉദാഹരണത്തിന് സമർത്ഥിക്കുക. ശില്പവിദ്യ ഒരു ഉദാഹരണമാണ്. കളിമണ്ണ് കൊണ്ട് മനുഷ്യരൂപങ്ങൾ ഉണ്ടാക്കി. പ്രാചീന ശിലായുഗ മനുഷ്യരുടെ പ്രത്യേകത അവരുടെ കരകൗശല രംഗം, കലാരംഗത്തും കരകൗശല രംഗത്തും ഒരു പ്രാചീന ശിലായുഗ മനുഷ്യർ നല്ല പുരോഗതി കൈവരിച്ചിരുന്നു. ഉദാഹരണമാണ് അവരുടെ ശില്പവിദ്യ എന്ന് പറഞ്ഞാൽ കളിമണ്ണ് കൊണ്ട് മനുഷ്യരൂപങ്ങൾ ഉണ്ടാക്കി. അടുത്തത് ചിത്രകല. എല്ല്, കൊമ്പ് എന്നിവ കൊണ്ട് ഗുഹകളിൽ വരച്ചു. കരകൗശല വിദ്യ, അതിൻ്റെ ഉദാഹരണം മരനാര് കൊണ്ട് പാത്രങ്ങൾ നെയ്തു. ആനക്കൊമ്പ്, ചിപ്പി, കല്ല് എന്നിവ കൊണ്ട് ആഭരണങ്ങൾ നിർമ്മിച്ചു. സുഷിരവാദ്യവും നിർമ്മിച്ചു. ആ സുഷിരങ്ങൾ കൊണ്ട് വാദ്യങ്ങൾ നിർമ്മിച്ചു എന്ന് വെച്ചാൽ അതിൻ്റെ
സംഗീതപരത്തെ കീഴിലുള്ള സൂചനകളൊക്കെ അവർ അതിനകത്ത് ഉപയോഗിച്ചു. ഓക്കെ, അടുത്തിട്ട് വരുന്നത് പ്രാചീന ശിലായുഗ മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് ഗുഹകളിൽ നിന്ന് എന്തെല്ലാം വിവരങ്ങളാണ് ലഭിക്കുന്നത്? ഇത്രയുള്ള ഉപകരണങ്ങളുണ്ട്, ആഹാര രീതിയുണ്ട്, ഉപജീവന മാർഗങ്ങളുണ്ട്, തീയുടെ ഉപയോഗമുണ്ട്, വാസസ്ഥലം, സംഘജീവിതം, ഇവയെല്ലാം പ്രത്യേകമായിരുന്നു. ഇവരുടെ ജീവിതത്തിൻ്റെ പ്രത്യേകമായിരുന്നു. ഇതൊക്കെയാണ് ഉപകരണങ്ങൾ, ആഹാര രീതികൾ, ഉപജീവന മാർഗങ്ങൾ, തീയുടെ ഉപയോഗം, വാസസ്ഥലം, സംഘജീവിതം. സംഘടിച്ച് സമൂഹമായിട്ട് ജീവിച്ചു. ഇതൊക്കെയാണ് പ്രാചീന ശിലായുഗ മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് ആ ഗുഹകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അടുത്തായിട്ട് ഭക്ഷണത്തിന് വേണ്ടി മൃഗങ്ങളെ ഭക്ഷണത്തിന് വേണ്ടി മാത്രമല്ല മറ്റെന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് പ്രാചീന മനുഷ്യർ മൃഗങ്ങളെ വേട്ടയാടിയിരുന്നത്. മൃഗങ്ങളെ ഭക്ഷണത്തിന് മാത്രമല്ല, അവർ ഞാൻ പറയാം, അതായത് മൃഗങ്ങളുടെ തോല് ഉപയോഗിച്ച് വസ്ത്രമായിട്ട് ഉപയോഗിക്കാം. അല്ലെ, അവർ വസ്ത്രമായിട്ട് ഉപയോഗിച്ച് മൃഗങ്ങളുടെ തോലായിരുന്നു. അപ്പം ആ തോലിന് വേണ്ടി മൃഗങ്ങളെ വേട്ടയാടും. കൊമ്പ്, ആ മൃഗങ്ങളുടെ കൊമ്പുകൾ ആയുധമായിട്ട് ഉപയോഗിക്കും. അതോടൊപ്പം തന്നെ എല്ല് ഉപകരണമാക്കി ഉപയോഗിച്ചു. അപ്പോൾ കൊമ്പും എല്ലും ഒക്കെ അവർക്ക് ഉപകരണങ്ങളാണ്. കൊമ്പ് ആയുധമായിട്ട് ഉപയോഗിക്കും. അവരുടെ മൃഗത്തിൻ്റെ തോല് വസ്ത്രമായിട്ടും അവർ ഉപയോഗിക്കും. മധ്യശിലായുഗത്തിലെ വേട്ടയാടൽ വ്യാപകമായ 2 ഫലങ്ങൾ എഴുതുക. മധ്യശിലായുഗത്തിലെ വേട്ടയാടൽ വ്യാപകമായിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പോയിൻ്റാണ്. വേട്ടയാടൽ വ്യാപകമായ ശിലായുഗം, മധ്യശിലായുഗം ഒരു പോയിന്റ്, സ്റ്റേറ്റ്മെൻറ്റ് പോയിൻ്റാണ്. അടുത്ത പോയിന്റ്, ചില ജീവികൾക്ക് വംശനാശം സംഭവിച്ചു ഈ മധ്യശിലായുഗ കാലഘട്ടത്തിൽ. അതുപോലെ തന്നെ പുല്ലുകൾ ഏതൊക്കെയാണ്? ചില ഇനം പുല്ലുകൾ വംശനാശം സംഭവിച്ചു. അതുപോലെ നീർനായ വംശനാശം സംഭവിച്ചു. ഡോൾഫിൻ, മത്സ്യങ്ങൾ, ഇങ്ങനെയുള്ള ചില പ്രത്യേക വർഗത്തിൽപ്പെട്ടവ ഇത് വംശനാശം സംഭവിച്ചു. ഇതാ മധ്യശിലായുഗത്തിൽ. അടുത്തായിട്ട് വരുന്നത് വാട്ട് ഇൻഫർമേഷൻ അബൌട്ട് ദ ലൈഫ് ഓഫ് ദി ഇയർലി മാൻ ക്യാൻ ബി ഒബ്റ്റൈൻഡ് ഫ്രം കേവ് പിക്ചേഴ്സ്. കേവ് പിക്ചേഴ്സ് അതായത് ഗുഹാ ചിത്രങ്ങളിൽ നിന്ന് എന്തൊക്കെ വിവരങ്ങളാണ് ഈ പ്രാചീന മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ലഭിക്കുന്നത്? ഇത് എന്തെങ്കിലും 100 ആനിമൽസ് മൃഗങ്ങളെ വേട്ടയാടിയിരുന്നു. 100 ആനിമൽസ് മൃഗങ്ങളെ വേട്ടയാടിയിരുന്നു. കളക്റ്റീവ്ലി എൻഗേജ്ഡ് ഇൻ റീക്രിയേഷണൽ ആക്ടിവിറ്റീസ്. അവർ പുനർനിർമ്മാണത്തിൻ്റെ അവർ കൂട്ടായിട്ട് പരിശ്രമിച്ചിരുന്നു. എന്തെങ്കിലും നശിച്ചു പോയാൽ അത് വീണ്ടും നിർമ്മിക്കാനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അവർ കൂട്ടായിട്ട് റീക്രിയേഷൻ നടത്തിയിരുന്നു. ദി ഒബ്സർവ്ഡ് മൂവ്മെൻറ്റ്സ് ഓഫ് ആനിമൽസ്. മൃഗങ്ങളുടെ ചലനങ്ങളും യാത്രകളും മറ്റുമെല്ലാം ഇവർ നിരീക്ഷിച്ചിരുന്നു. ദേ ഹാഡ് ആർട്ടിസ്റ്റിക് സ്കിൽസ്. അവർക്ക് നല്ല കലകളിൽ, കരകൗശല വിദ്യകളിൽ പോലുള്ള അല്ലെങ്കിൽ ചിത്രകല പോലുള്ള കലാരംഗത്ത് ഇവർക്ക് നല്ല കഴിവുണ്ടായിരുന്നു. പ്രാചീന ശിലായുഗത്തിലെ ഗുഹാചിത്രങ്ങൾ വേട്ടയുമായി ബന്ധപ്പെട്ട ഏത് വിവരമാണ് നൽകിയിരുന്നത്? പ്രാചീന ശിലായുഗ മനുഷ്യന് വേട്ട നടത്തേണ്ട സ്ഥലം, വേട്ടയാടുന്ന മൃഗം എന്നിവ ആസൂത്രണം ചെയ്തിരുന്നു. അതാണ് ആ ഗുഹാചിത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. നല്ലൊരു പോയിന്റാണ്. പ്രാചീന ശിലായുഗത്തിലെ ഗുഹാചിത്രങ്ങൾ വേട്ടയുമായി ബന്ധപ്പെട്ട് എന്ത് വിവരമാണ് നൽകുന്നത് എന്ന് വെച്ചാൽ പ്രാചീന ശിലായുഗ മനുഷ്യർ വേട്ട നടത്തേണ്ട സ്ഥലം, അതുപോലെ വേട്ടയാടുന്ന മൃഗം എന്നിവ ആസൂത്രണം ചെയ്തിരുന്നു. അതിനനുസരിച്ചാണ് അവർ വേട്ടയാടൽ നടത്തിയിരുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ പൂൾ നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത പാഠം അതിൻ്റെ ക്വസ്റ്റ്യൻ പൂൾ നമുക്ക് പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ലാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി ആക്റ്റീവാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കൊണ്ട് തന്നെ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ പുതിയ പാറ്റേൺ അനുസരിച്ച് PSC ആകെപ്പാട് മാറിയിട്ടുണ്ട്. ഈ മാറ്റത്തിനനുസരിച്ച് നമ്മൾ മാറണം. അപ്പോൾ SCRT അടിസ്ഥാനമായിട്ടുള്ള ക്ലാസ്സും അതിനോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻ പൂൾ അടിസ്ഥാനമായിട്ടുള്ള ക്ലാസ്സും കൂടെ രണ്ടും ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് അപ്പോൾ 2 പാർട്ടാണ്. ഒന്ന് SCRT പാഠം അനുസരിച്ച് ഉള്ള ക്ലാസ്സും അതോടൊപ്പം തന്നെ ആ പാഠത്തിന് തന്നെ ക്വസ്റ്റ്യൻ പൂളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആൻസറുകളും കൂടെ ചേർത്താണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ പ്രയോജനം ചെയ്യും. നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. കാരണം റാങ്ക് ഫയലുകളെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ പുതിയ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസുകളെ ഫേസ് ചെയ്യാനോ അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യാനോ സാധിക്കില്ല. നല്ല കുറച്ചൊക്കെ സാധിക്കുമായിരിക്കും. പക്ഷേ നമുക്ക് പൂർണ്ണ വിജയത്തിലേക്ക് എത്തണമെങ്കിൽ, ഹയസ്റ്റ് റാങ്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ പുതിയ പാറ്റേൺ അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസുകൾ ഫേസ് ചെയ്യുമ്പോൾ അത് ആൻസർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനുള്ള മാർഗ്ഗം എന്ന് പറഞ്ഞാൽ SCRT ടെസ്റ്റുകൾ വിശദമായിട്ട് ഡിസ്ക്രിപ്റ്റീവ് മോഡലിൽ വായിച്ച് പഠിക്കുക. എല്ലാ പോയിൻറ്റ്സുകളും തറവായിട്ട് പഠിക്കുക. അതോടൊപ്പം തന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻ പൂളും അതായത് ചാപ്റ്റർ പഠിക്കുക. അതായത് ചാപ്റ്റർ തന്നെ ക്വസ്റ്റ്യൻ പൂളും പഠിക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ 10th പ്രിലിമിനറി വരെയുള്ള ക്വസ്റ്റ്യൻസുകൾ, പുതിയ പാറ്റേൺ അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഡിഗ്രി ലെവലിലുള്ള കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് നോക്കാം.
അപ്പോൾ ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. താങ്ക് യു.